ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് തന്നെ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്താൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ആ ഒരു തലം ആത്മാവ് എപ്പോൾ ശുശ്രൂഷിക്കുമ്പോഴും ഉണ്ടാകും. പാപം എന്ത്, നീതി എന്ത്, ന്യായവിധി എന്ത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധം വരുത്തും എന്നാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തും എന്ന് പറയുമ്പോൾ നമുക്കില്ലെന്നല്ല ഇതിനർത്ഥം. നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവരായി കാണുമ്പോഴാണ് ലോകത്തിന് ആ ബോധം വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പാപം? അടുത്ത വാക്യം, പാപത്തെക്കുറിച്ചും എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. നോക്കി, അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധ്യം വരുത്തുന്ന പാപം എന്ന് പറയുന്നത് അവിശ്വാസം എന്ന പാപമാണ്. ബാക്കിയുള്ള പാപങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് ദൈവാത്മാവിൻ്റെ ശുശ്രൂഷ ആവശ്യമില്ല. അത് നമുക്കറിയാം. ഇത് നമ്മൾ പാപം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവാത്മാവ് ബോധ്യപ്പെടുത്താതെ തന്നെ നമുക്ക് പാപമാണെന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്. കള്ളം പറയുന്നത് പാപമാണെന്ന് ദൈവാത്മാവ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വി നോ ഇറ്റ് ഈവൻ വിത്തൗട്ട് ദ സ്പിരിറ്റ്. ലോകത്തിൽ തന്നെ അങ്ങനൊരു മൊറാലിറ്റി ഉണ്ട്, ഒരു സന്മാർഗ ബോധമുണ്ട്. സന്മാർഗ ബോധം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനൊരു സന്മാർഗ ബോധം എനിക്കുണ്ടായി എന്ന് വിചാരിച്ച് ആത്മാവ് എന്നെ പഠിപ്പിച്ചു എന്നതിനർത്ഥമില്ല. ആത്മാവിൻ്റെ പ്രവൃത്തി ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ആ ആത്മാവിൻ്റെ ശുശ്രൂഷകൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലൊരു പാപബോധം വരുത്തണം. അവിശ്വാസം എന്ന പാപം ബോധ്യപ്പെടുത്തണം. അവിശ്വാസം എന്ന പാപം ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് താഴെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീതിയെക്കുറിച്ചും എന്തുകൊണ്ട് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പോൾ എന്തുകൊണ്ടാണ് നീതിയെക്കുറിച്ച് ആത്മാവിന് പഠിപ്പിക്കേണ്ടി വരുന്നത്? കർത്താവ് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീതിയെക്കുറിച്ച് ആര് പഠിപ്പിക്കുമായിരുന്നു? കർത്താവ് പഠിപ്പിക്കുമായിരുന്നു, നേരിട്ട് പഠിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ കർത്താവിനെ നോക്കിയാൽ മതിയായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു എന്താണ് നീതിയെന്ന്. പക്ഷെ ഇപ്പോൾ കർത്താവ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്ക് നീതി എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആര് വരണം? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കണം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നീതിബോധം വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നീതിബോധമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ളത് 2 പിള്ളേർക്ക് നമ്മൾ 2 ആപ്പിൾ നമ്മുടെ കയ്യിലുണ്ട്, 2 പിള്ളേർക്കും തുല്യമായിട്ട് കൊടുക്കുന്ന ഒരു നീതിയാണ്. ഒരാളെ പട്ടിണിക്ക് ഇരുത്തിയിട്ട് മറ്റേ ആൾ 2ഉം കഴിക്കുന്നത് ശരിയല്ല. ആ നീതിയൊക്കെ നമുക്കറിയാം. വേറെ ആരെങ്കിലും നമ്മളോട് അനീതി കാണിച്ചാൽ പെട്ടെന്ന് നമുക്ക് നീതിബോധം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് അത്രയും തോന്നുകയില്ലെങ്കിലും മറ്റാരെങ്കിലും നമ്മളോട് എന്തെങ്കിലും അനീതിയായിട്ട് പെരുമാറിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ നീതിയൊക്കെ നമുക്ക് ഈ ലോകത്ത് തന്നെ അറിയാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളുടെ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് അവൻ ക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെടുമ്പോഴാണ്. യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ആത്മാവ് ശുശ്രൂഷിക്കുന്നത്. ചെയ്സ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് ഞാനാണ് ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാൾക്ക് നീതിബോധം ഉണ്ടാക്കുന്നെങ്കിൽ ക്രിസ്തു ആരായിരുന്നെന്നും അവൻ എന്ത് ചെയ്യുമായിരുന്നെന്നും അവൻ എന്ത് നീതിയെക്കുറിച്ചാണ് പഠിപ്പിച്ചതെന്നുമാണ് ആത്മാവ് ബോധം വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് സാമാന്യ നീതിയെക്കുറിച്ച്, ലോകത്തിൻ്റെ നീതിയെക്കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളുടെ നീതിയെക്കുറിച്ച് ആണ് ബോധ്യം വരുന്നതെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, അത് ആ മനുഷ്യരാണ്, അല്ലെങ്കിൽ ലോകമാണ്, ലോകത്തിൻ്റെ മൊറാലിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ന്യായവിധിയെക്കുറിച്ചും. എന്തുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും? 11-ാം വാക്യം, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ വിചാരിക്കുന്ന ന്യായവിധി എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. ഈ ന്യായവിധിയാണ് എപ്പോഴും മതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളിലുള്ളൊരു സിസ്റ്റമാണ് നല്ല കർമ്മം ചെയ്താൽ നല്ലപോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. അപ്പം നമ്മൾ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അത് ഈ ദൈവിക സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം ജ്ഞാനികൾക്കും ലോകത്തിൻ്റെ തത്വം അനുസരിച്ച് ജീവിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് കുറേ കഴിയുമ്പോൾ ആത്മാവ് ശുശ്രൂഷിക്കാതാവുമ്പം നമ്മളെല്ലാം പതുക്കെ ഒഴുകി ചെല്ലുന്നത് ലോകത്തിലെ എല്ലാ മതങ്ങളും എന്ത് പഠിപ്പിക്കുന്നോ ആ പാപത്തിലേക്കും ആ നീതിയിലേക്കും ആ ന്യായവിധിയിലേക്കുമാണ്. ആത്മാവ് എപ്പോൾ ശുശ്രൂഷിക്കുന്നില്ലയോ അക്ഷരങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴുകി ലോകത്തിലെ മറ്റേത് മതവും പഠിപ്പിക്കുന്നതും ഇതുമായി വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. നമ്മളത് ഗ്രഹിക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യായവിധി നമ്മൾ വിചാരിക്കുന്ന ന്യായവിധിയല്ല, നടക്കാനിരിക്കുന്ന ന്യായവിധിയുമല്ല, നടന്നു കഴിഞ്ഞ ന്യായവിധിയാണ്. 11-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. അപ്പം എന്തുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും? നിങ്ങൾ ഈ ലോകത്ത് മഹത്വമുള്ളതായി കാണുന്ന പ്രഭു, പണമുള്ളതായി കാണുന്ന പ്രഭു, അധികാരം എടുക്കുന്ന പ്രഭു, ഈ പ്രഭുക്കന്മാരെ കാണുമ്പോൾ ഇവർ
ഭയങ്കര ശക്തന്മാരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, ഈ ലോകത്തിലെ ധനം കാണുമ്പം ഒത്തിരി മഹത്വമുള്ളതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, ഇതെല്ലാം വിധിക്കപ്പെട്ടതാണെന്ന് ആത്മാവിന് മാത്രമേ നമ്മളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മോഹത്തിൽ വീഴും. ഈ ലോകത്ത് മഹത്വമുള്ളതിൻ്റെ മോഹം നമ്മളെ വിഴുങ്ങാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്തിനാണ് മഹത്വമെന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. അത് ഈ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ പ്രഭുവിൻ്റെ ഒന്നുമല്ല യഥാർത്ഥ മഹത്വമെന്നും ഇതെല്ലാം നാശത്തിൻ്റെ സീല് ഓൾറെഡി വീണിട്ടുള്ള കാര്യം. എന്നാൽ നമ്മൾ പേരൻസിൻ്റെ മീറ്റിംഗ് സംസാരിച്ചപ്പം നമ്മൾ പറഞ്ഞു അവകാശത്തിൻ്റെ മുദ്രയായി ആത്മാവിനെ നൽകിയിരിക്കുന്നു. അതൊരു സീലാണ്, നിത്യജീവനിലേക്കുള്ള സീല്, നിത്യജീവനിലേക്കുള്ള മുദ്ര. അതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ലോകത്തിൻ്റെ മഹത്വമായി നമ്മൾ കാണുന്നത് നല്ല വസ്ത്രത്താൽ ഉണ്ടാക്കുന്ന മഹത്വം, നല്ല വിദ്യാഭ്യാസത്താൽ ഉണ്ടാകുന്ന മഹത്വം, ഇപ്പം നല്ല ശൈലിയാൽ ഉണ്ടാക്കുന്ന ഒരു മഹത്വം, കേൾക്കാൻ ഇമ്പമുള്ള പ്രസംഗങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ഒരു മഹത്വം, അല്ലെങ്കിൽ അധികാരം മറ്റുള്ളവരുടെ മേൽ സ്ഥാപിച്ച് അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു മഹത്വം, ധനമുള്ളവനുണ്ടാകുന്ന മഹത്വം, വലിയ വീട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മഹത്വം, ഇതിൻ്റെ മേലെല്ലാം നമ്മൾ കാണാത്തൊരു സ്റ്റാമ്പുണ്ട്. അതിൻ്റെ എല്ലാം പ്രഭു വിധിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ആ നാശത്തിൽ തീരാനുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ, അതോ ഇതെല്ലാം കാണുമ്പം ഇത്തിരി നീ മോഹിച്ചാൽ നിനക്കും തരാം എന്നാണോ പറയുന്നത് എന്നുള്ളത് നമ്മളോട് ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണോ ലോകത്തിൻ്റെ ആത്മാവാണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം ദൈവാത്മാവിൻ്റെ ശുശ്രൂഷകൾ ഡിഫറൻ്റാണ്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാവുന്ന രീതിയിലല്ല. അത് ലോകത്തിൻ്റെ യുക്തിയിൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം യുണീക്കാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന നീതി, പാപം, വിശുദ്ധീകരണം, തേജസ്കരണം ഇതെല്ലാം യുണീക്കാണ്, വ്യത്യസ്തമാണ്. ഇത് ലോകത്തിലെ വേറൊരു മതത്തിലും ഇല്ലാത്ത പഠിപ്പിക്കലുകളാണ് പുതിയ നിയമത്തിൽ ഉള്ളത്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലുള്ളത്. അത് യുണീക്കാണ്. അത് ആത്മാവിന് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയെങ്കിലേ ആത്മാവ് നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. ആത്മാവ് നിങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഓൾഡ് ടെസ്റ്റാമെന്റ് അനുസരിക്കാൻ അതൊരു നെസസിറ്റി ആയിരുന്നില്ല. എന്നാൽ ന്യൂ ടെസ്റ്റാമെന്റ് ക്യാൻ ബി റിവീൽഡ് ടു അവർ ഹാർട്ട്സ് ഓൺലി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആത്മാവില്ലാതെ പുതിയ നിയമ ജീവിതം ഇല്ല. അതിലൊരക്ഷരം പോലും നമുക്ക് മനസ്സിലാവുകയുമില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എബ്രായ ലേഖനം 2:1. എബ്രായ ലേഖനം 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ ആവശ്യമാകുന്നു. അപ്പോൾ ഒഴുകിപ്പോകുന്നത് എങ്ങോട്ടായിരിക്കും? സാധാരണഗതിയിൽ ഒഴുകിപ്പോകുന്നത് നമ്മുടെ യുക്തികളിലേക്കായിരിക്കും. ഇപ്പം കർത്താവ് പറയാണ്, നിന്റെ കാര്യം നീ പേടിക്കണ്ട, ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടായിരിക്കും ഒഴുകിപ്പോകുന്നത്? കർത്താവ് നോക്കുമോ, ഞാനും കുറച്ച് അധ്വാനിക്കണ്ടേ എന്നുള്ളതിലേക്കായിരിക്കും ഒഴുകുന്നത്. എപ്പോഴും ദൈവിക സ്വഭാവത്തിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തിലേക്ക് ഒഴുകാനുള്ളൊരു ടെൻഡൻസിയാണ് നമുക്കുള്ളത്. ദൈവിക ഉപദേശങ്ങളുടെ സംഗ്രഹത്തിൽ നിന്ന് മാനുഷികമായ തലത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് നമ്മൾ ഒഴുകിപ്പോകുന്നത്. ആ ഒഴുക്കിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണിത്. നിങ്ങൾ കേൾക്കുന്ന ഉപദേശം വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഫണ്ടമെന്റൽസ്, അതായത് ഉപദേശത്തിന്റെ രൂപം, ദാറ്റ് ഫോം ഓഫ് ഡോക്ട്രിൻ as given in the book of Romans chapter 6 verse 17 and 18. നമുക്കൊന്ന് വായിക്കാം, അതും കൂടെ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 8-ാം വാക്യം. 17-ഉം 18-ഉം സോറി. ഓക്കെ. അപ്പോൾ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. ദാസന്മാർ മീൻസ് വാട്ട്? അവിടെ ശരിക്കും സ്ലേവ്സ് ആണ്. സ്ലേവ്സ്, അടിമകൾ. പാപത്തിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ഈ ലോകത്ത് അടിമകളും സെർവൻസും ഉണ്ട്. പല രാജ്യങ്ങളിലും പണ്ട് അടിമത്ത വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴെവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും അടിമ വ്യവസ്ഥ. കാരണം ഈ മനുഷ്യന്റെ പാപം നിലനിൽക്കുന്നിടത്തോളം കാലം അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. ഈ അടിമത്തത്തിനകത്തുള്ളൊരു പ്രോബ്ലം, സെർവൻസിനെ പോലെയല്ല അടിമകൾ. സെർവൻസിന് വേണമെങ്കിൽ തീരുമാനിക്കാം, നാളെ തൊട്ട് ഞാൻ പണിയുന്നില്ല, എനിക്ക് കൂലി പോരാ, എനിക്ക് കിടക്കാൻ തന്നേക്കുന്ന സ്ഥലം ശരിയല്ല, ഞാൻ ഈ പണി എന്നെക്കൊണ്ട് പറ്റിയില്ല, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അടിമയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. ശമ്പളം കുറവാന്ന് പറയാൻ പറ്റില്ല, ലീവ് വേണമെന്ന് പറയാൻ പറ്റില്ല. ശമ്പളം ഇല്ല. അടിമയ്ക്ക് എന്തില്ല? ശമ്പളം ഇല്ല. അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. അവന് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും പറയാൻ പറ്റില്ല. അവന് പ്രത്യേകിച്ച് ഒന്നും, ഒരു ചോദ്യവും എംപ്ലോയറോട് ചോദിക്കാൻ പറ്റില്ല. ഹീസ് ടോട്ടലി സോൾഡ്. അവൻ രാത്രി 12 മണിക്ക് യജമാനൻ എഴുന്നേറ്റ് പണിയാൻ പറഞ്ഞാൽ അവൻ ഉറക്കമൊന്നും പ്രശ്നമാക്കാൻ പറ്റത്തില്ല. അവൻ പണിതേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു
ക്രൈസിസ് ആണ് അടിമയ്ക്കുള്ളത്. അപ്പം ഹി ഹാസ് ടു ഒബേ ഹിസ് മാസ്റ്റർ. ഇവിടെ പറയുന്നത് പാപത്തിൻ്റെ ദാസന്മാർ. ദാറ്റ് മീൻസ് ലോകത്തിലെല്ലാ മനുഷ്യരും പാപം എന്ന യജമാനൻ എന്തു പറയുന്നോ അത് അനുസരിച്ചേ പറ്റുള്ളൂ. എവ്രി വൺ വാസ് ബോൺ എ സ്ലേവ് ഓഫ് സിൻ വിത്ത് നോ ഫ്രീഡം ടു മൂവ് അബൌട്ട്. അവർക്കത് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടിമത്തമാണ്. An adima cannot opt out of sin. An adima, a slave cannot opt not to do sin. ചെയ്യാൻ പറ്റില്ല. ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഹീസ് എ സ്ലേവ്. സെർവൻ്റ് ആയിരുന്നെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. ദാസ്യത്വം എന്ന് പറയുന്നത് ഒരു ഇൻകപ്പാസിറ്റേഷനാണ്. അവന് വേറൊന്നും ചെയ്യാനില്ല. സെർവ് ദ മാസ്റ്റർ അണ്ടിൽ ഹി ഡൈസ്. തലമുറകളായിട്ട് സെർവ് ചെയ്യുന്ന അടിമകളുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ ദാസ്യത്വം എന്ന് പറയുന്നത് ഒരു ഭയാനകമായ പിക്ചറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആദം പാപം ചെയ്തപ്പോൾ നാം എല്ലാവരും ആദമിലുണ്ടായിരുന്നത് കൊണ്ട് ആദമിൻ്റെ പാപത്തിൻ്റെ അവകാശം മരണം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ചോദിക്കാതെ തന്നെ ലഭിച്ചു. കാരണം വി വെർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ് മാൻ ആഡം. ആഡം തലയായ മനുഷ്യൻ്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും. അങ്ങനെയാണ് നമ്മൾ ജനിച്ചത്. ആഡമിക് നേച്ചറിലാണ് ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സദൃശം എൻ്റെ അപ്പനോടും അമ്മയോടും ആയിരുന്നു. വളർന്നു വന്നപ്പം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ജനറ്റിക് കോഡ്, അതുപോലെ ആ ഒരു പിതൃത്വം അല്ലെങ്കിൽ ആ പേരൻറ്റ്ഹുഡ്, അവരിൽ നിന്ന് ലഭിക്കുന്ന ആ നേച്ചർ എനിക്കുണ്ട്. ആദമിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രധാനപ്പെട്ട നേച്ചർ 2 കണ്ണും മൂക്കും വായും മാത്രമല്ല, അവൻ്റെ ചിന്തകൾ, സ്വഭാവങ്ങൾ, സ്വയത്തോടുള്ള അവൻ്റെ സ്നേഹം, ഇതൊക്കെ നമുക്കും അതുപോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മരിക്കേണ്ടിയും വരും. ഇതാണ് സ്ലേവറി എന്ന് പറയുന്നത്. നോ മാൻ ക്യാൻ ഓപ്റ്റ് ഔട്ട് ഓഫ് ദിസ് ടാങ്കിൾ. ഈ കുരുക്കിനകത്ത് ആർക്കും സ്വയം ഓപ്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാൽ എൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ പറയുന്നു, 17 തന്നെ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, അതായത് രക്ഷപ്പെടാൻ ഒരു വഴി ക്രിസ്തു വന്നപ്പോഴാണ് വന്നത്. പാപത്തിൻ്റെ സ്ലേവറിയിൽ നിന്ന് ക്രിസ്തു വന്നിട്ട് എന്താ ചെയ്തതെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഒരു ഉപദേശ രൂപമുണ്ടായിരുന്നു. നിങ്ങൾ നന്നായി ജീവിക്കണം കേട്ടോ, പാപം ചെയ്യരുത് കേട്ടോ, അങ്ങനൊന്നും അല്ലായിരുന്നു ഉപദേശ രൂപം. ആ ഉപദേശ രൂപവും യുണീക്കായിരുന്നു. കേട്ടവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ബുദ്ധിമാന്മാർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത, കണ്ണുള്ളവർക്കും കാണാൻ പറ്റാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാൻ പറ്റാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത, ആർക്കും മനസ്സിലാകാത്ത ഒരു ഉപദേശ രൂപം. റോമാലേഖനത്തിലെ പൗലോസ് വിശദീകരിക്കുന്ന ഉപദേശ രൂപം എന്താണ്? ക്രിസ്തീയ സുവിശേഷം. ആ ഒരു ഫോം ഓഫ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഞാൻ എങ്ങനെയാണ്, അടുത്ത വാക്യം, ഹൃദയപൂർവ്വം ആ ഡോക്ട്രിൻ അനുസരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇത്രയും പാപികൾ അടിമകളായി പാപത്തിൽ കിടന്നവർ ഇപ്പോൾ എന്ത് ചെയ്യുവാണ്? നീതിക്ക് അതുപോലെ തന്നെ സ്ലേവ്സായി മാറും. നീതിക്ക് സ്ലേവ്സായി ഇവർ മാറണമെങ്കിൽ, നീതി അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറണമെങ്കിൽ അവൻ കുറച്ച് ഉപദേശങ്ങൾ കേട്ടാൽ പോരാ, അവൻ ആ ഉപദേശ രൂപം ലഭിക്കണം. ദറ്റ് ഫോം ഓഫ് ഡോക്ട്രിൻ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്? ദ ഫോം ഓഫ് ടീച്ചിങ്, അല്ലെങ്കിൽ ഫോം ഓഫ് ഡോക്ട്രിൻ, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ടീച്ചിങ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഫോം ഓഫ് ഡോക്ട്രിൻ. ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്. പത്യോപദേശത്തെയാണ് നമ്മൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. പത്യോപദേശം, ധർമ്മോപദേശം എന്താണെന്ന് ഇന്നലെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്താണ് ഈ ഫോം ഓഫ് ഡോക്ട്രിൻ്റെ പ്രധാന ഘടകങ്ങൾ? ഇത് എല്ലാ സഭകളിലും ഓരോ പാപിയും കേൾക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഈ ഫോം ഓഫ് ഡോക്ട്രിനിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ദ ഫോം ഓഫ് ഡോക്ട്രിൻ മീൻസ്, വാട്ട് ഇറ്റ് സജസ്റ്റ്സ്. അത് പഠിക്കാൻ ഏറ്റവും നല്ലത് റോമാലേഖനമാണ്. ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങൾ പല സ്ഥലത്തും എക്സാമ്പിൾസ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും. അതിന് കാരണം, I'm not coming here as a preacher who gives you beautiful sermons with points and illustrations and anecdotes. That's not my task. എന്നെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ പാപബോധവും മാനസാന്തരവും വിശ്വാസവും നീതീകരണവും തേജസ്കരണവും എന്താണ്, എങ്ങനെയാണ് വിശുദ്ധീകരണത്തിൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് തേജസ്കരിക്കപ്പെടേണ്ടതെന്ന് ഉള്ള ഫോം ഓഫ് ഡോക്ട്രിൻ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. That's why God has sent me to speak to you. I'm not speaking to these cameras, I'm speaking to you. എനിക്ക് കാര്യമുള്ളത് നിങ്ങളോടാണ്. ഓക്കെ. ഈ പാപത്തെ നമ്മൾ കാണുന്നത് പൊതുവെ പല തലത്തിലാണ്, പല ലെവലുകളിലാണ്.
ഇത് വളരെ പെട്ടെന്ന് ഈ ഇൻട്രഡക്ഷൻ അവസാനിപ്പിക്കും. ഇത്ര അറിഞ്ഞെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ കാര്യം. പല തലങ്ങളിലാണ് നമ്മൾ പാപത്തെ സെൻസ് ചെയ്യുന്നത്. ഒന്ന് പ്രവൃത്തികളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ പ്രവൃത്തികൾ നോക്കിയിട്ടാണ്. അവൻ്റെ വാക്കുകൾ, അവൻ്റെ ചെയ്തികൾ, ഇതെല്ലാം നോക്കിയാണ് അവൻ ശരിയല്ല കേട്ടോ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ശരിയല്ല എന്ന് എനിക്ക് തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം എന്നിൽ നിന്ന് വരണം, ആൾക്കാരത് കാണണം. അല്ലെങ്കിൽ ഞാൻ മോശമാണെന്ന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കയ്യിൽ ഒത്തിരി കുരുത്തക്കേടുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ മൂടി വയ്ക്കാൻ എനിക്ക് അറിയാം. പക്ഷെ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണമെങ്കിൽ ആരെങ്കിലും മുമ്പിൽ എൻ്റെ പാപം പെടണം, എങ്കിലേ നമുക്ക് ശരിക്കും പാപബോധം ഉണ്ടാവുള്ളൂ. അതാണ് ഇന്നത്തെ പാപത്തിന് അടിമകളായവരുടെ യഥാർത്ഥ അവസ്ഥ. ഒരു മിനിറ്റ് കൊണ്ട് ഈ പാപം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. ജസ്റ്റ് വാട്ട് ഈസ് സിൻ? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? ആത്മാവും ദേഹിയും ദേഹവും ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഈ ആത്മാവിനെയും ദേഹിയും ദേഹത്തെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. ദാറ്റ് വാസ് വൺ യൂണിറ്റി. ഒറ്റ മനുഷ്യന്. അതിനകത്ത് പല കഷ്ണങ്ങളായിട്ടല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആത്മാവിനെ ആദ്യം സൃഷ്ടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ദേഹിയെ സൃഷ്ടിച്ചു, കുറച്ചു നേരം കഴിഞ്ഞ് ശരീരം. അങ്ങനെയല്ല, ശരീരത്തെ സൃഷ്ടിച്ചു, അവന്മേൽ ശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറിയെന്ന്. ദേഹി എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അപ്പം ശരിക്കും നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഹി ബിക്കെയിം എ ലിവിങ് സോൾ. അവൻ ജീവനുള്ള ഒരു പ്രാണനായി മാറിയെന്ന, ജീവനുള്ള ഒരു ദേഹിയായി മാറി. ജീവനുള്ള ദേഹമായി മാറി എന്ന് പറയാൻ നമുക്കറിയാം, ചത്ത് കിടന്നവൻ എഴുന്നേറ്റു. അങ്ങനെയല്ല, ജീവനുള്ള പ്രാണനായി മാറി. അവൻ്റെ ചിന്തകളിൽ എന്തുണ്ടായിരുന്നു? ജീവനുണ്ടായിരുന്നു. അവൻ്റെ ആലോചനകളിൽ ജീവനുണ്ടായിരുന്നു. ഇപ്പം ജീവൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തോട് സംസാരിക്കാനും പറ്റുന്ന ഒരവസ്ഥയുള്ളവർക്ക് മാത്രമേ ജീവനുള്ളൂ. അതാണ് ജീവൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് ശരിക്കും ജീവനാണ്. ആത്മാവ് ജീവിപ്പിക്കുന്നു, അല്ലേ? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ആർക്കൊക്കെ ജീവനുണ്ട്, ആർക്കൊക്കെ ആത്മാവ് എലൈവാണോ, അവരെല്ലാം ആത്മാവിൻ്റെ ജീവനാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദവും ഹവ്വയോടും പിശാച് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇങ്ങനെ ജീവനെന്നും പറഞ്ഞുകൊണ്ടിരുന്നാലുള്ള കുഴപ്പം, ആത്മാവിൽ ജീവിച്ചാലുള്ള കുഴപ്പം, എപ്പോഴും ദൈവം പറയുന്ന കേൾക്കേണ്ടി വരും, അനുസരിക്കേണ്ടി വരും. ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കും. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി, എന്നെ വഴക്ക് പറയുന്ന പേരൻസിനോട് തിരിച്ചു 2 വർത്തമാനം പറയാൻ, എന്നെ അടിച്ച പേരൻസ് ഇനി വടിയെടുക്കാതിരിക്കാൻ, നല്ലപോലെ സമ്പാദിക്കാവുന്ന ഒരു ജോലി എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് ഇൻഡിപെൻഡൻ്റ് ആകാനാണ് പിള്ളേരുടെ എല്ലാ ആഗ്രഹം. പണ്ട് കാലത്ത് പെൺപിള്ളേരെങ്കിലും വീട്ടിൽ അടങ്ങിയിരിക്കുമായിരുന്നു, കല്യാണം കഴിക്കുന്നവർ. ഇന്ന് അതും ഇല്ല. ഇന്ന് അവരെ 15 വയസ്സ് കാണാനേ ഉണ്ടാവില്ല. അപ്പോൾ എവ്രി വൺ വാണ്ട്സ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ആ ഇൻഡിപെൻഡൻസ് ഇപ്പം കൂടിയിരിക്കുക. നമുക്ക് 21-ാം നൂറ്റാണ്ടിൽ ഇത് ഭയങ്കര കൂടി വന്നിരിക്കുക. എല്ലാവർക്കും സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം ആ പഴം ഉണ്ടാക്കിയതാണ്. സാത്താൻ പറഞ്ഞ എന്നാന്നറിയോ? ഈ ആത്മാവുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന എല്ലാം കേൾക്കും. അതുകൊണ്ട് ആത്മാവിൽ ജീവിക്കുന്ന ഒരു അടിമത്തമാണ്. അപ്പോൾ അവന് നന്മയും തിന്മയും അറിയത്തുമില്ല. ഇപ്പോൾ 30 വയസ്സുള്ളൊരു കൊച്ചിന് നന്മയും തിന്മയും അറിയത്തില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും? അമ്മ അപ്പനും പറയുന്നത് കേൾക്കേണ്ടി വരും. അമ്മ പറയും, എഴുന്നേറ്റിരിക്കടാ, എഴുന്നേറ്റിരുന്നു, കിടക്കടാ, കിടന്നു, ആഹാരം കഴിക്കാൻ പാടാ, വന്നു. കാരണം എന്താ? കഴിക്കണോ വേണ്ടയോ, ഇരിക്കണോ കിടക്കണോ ഒന്നും തീരുമാനിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. കാരണം എപ്പോഴും ഈ നന്മതിന്മകൾ അറിയാവുന്ന ഒരാളുടെ ഒരു സഹായം ഈ നന്മതിന്മകൾ അറിയാൻ വയ്യാത്ത ആൾക്കുണ്ടാകണം. അപ്പോൾ ആദമിനും ഹവ്വയ്ക്കും നന്മതിന്മകൾ അറിയാതിരുന്ന കാലത്ത് ആദമിനെ ഹവ്വേനെ സഹായിച്ചുകൊണ്ടിരുന്ന ആരാ? ദൈവമാണ്. ആ സഹായം ആത്മാവിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആത്മാവിലെല്ലാം ചെയ്യണേ, സ്വാതന്ത്ര്യമില്ല. എല്ലാം ദൈവം പറയുന്നത് കേൾക്കാം. ദൈവം പറയുന്ന എല്ലാം നമുക്ക് കേൾക്കാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ? ഒരു സ്വാതന്ത്ര്യമില്ല. ദൈവം നമ്മളോട് പറയുക, ഇതാണ് വചനം, കേട്ടോ, കേട്ടു, എഴുന്നേറ്റ് പോയിക്കോ, പോയി. ഓ, അതിനേക്കാൾ എത്ര രസമല്ലേ നമുക്ക് തന്നെ തീരുമാനിക്കാമെങ്കിൽ. അപ്പോൾ പിശാച് പറഞ്ഞു, നീ ഇങ്ങനെ എല്ലാത്തിനും അടിമയായിട്ടിരുന്നോ? നിനക്ക് ദൈവത്തെ പോലെ ആകണ്ടേ? ദൈവത്തിനെല്ലാം നന്മ തിന്മ അറിയാം. ദൈവം ഓരോ സൃഷ്ടി കഴിഞ്ഞിട്ടും പറഞ്ഞില്ലേ, നന്നായിരുന്നു, നല്ലതായിരുന്നു. അതുപോലെ നിനക്കും പറയണ്ടേ? സൃഷ്ടിക്കാനൊന്നും കഴിവില്ല, എന്നാലും നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? ഈ പിള്ളേർ വളർന്ന് നല്ലതും ചീത്തയും, ഇപ്പോൾ ഈ കുഞ്ഞിവിടെ നിൽക്കുന്ന കുഞ്ഞിന് നല്ലതും ചീത്ത അറിയാൻ മേല. അതുകൊണ്ട് ആ കുഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ മുതിർന്ന് ഞാൻ നല്ലതും ചീത്ത അറിയാം. അപ്പോൾ അവരവിടെ ഇരുന്ന് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും. കാരണം അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, അവരുടെ പണി നടക്കും. ഇനി കുറച്ചും കൂടെ നന്മയും തിന്മയും അറിഞ്ഞു കഴിയുമ്പം അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം ഇതെല്ലാം ഒരു പ്രോഗ്രഷൻ ഉണ്ട്, അല്ലേ?
അപ്പം ഈ നന്മയും തിന്മയും അറിയാത്ത ആ കൊച്ചിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ ആര് തീരുമാനിക്കണം? നന്മയും തിന്മയും അറിയാവുന്ന ഒരാൾ തീരുമാനിക്കണം. ഇന്നലെ ഒരു കൊച്ചു അതുകൊണ്ട് വയറിനകത്ത് പോയി വീഴാൻ തുടങ്ങി. ഇവിടെ അല്ലായിരുന്നോ? ഇപ്പം എവിടെയാണെന്നോ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല, ഇപ്പം പല സ്ഥലത്തേക്കും നടക്കും. അപ്പോൾ ഒരാൾ ഓടി വന്ന് സഹായിച്ചു അല്ലേ? ആ നന്മ തിന്മകൾ അറിയാവുന്ന ഒരാളുടെ സഹായം ഇല്ലാതെ ഈ നന്മയും തിന്മയും അറിയത്തില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നന്മയും തിന്മയുടെ സിസ്റ്റം നമ്മുടെ ഉള്ളിലേക്ക് വന്നില്ലെങ്കിൽ എപ്പോഴും വിൽ ബി ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗോഡ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കണേ, കർത്താവ് ചായ കുടിച്ചോട്ടെ, കർത്താവ് കുടിച്ചു ഒരു ഗ്ലാസ് എടുത്തോട്ടെ, ഒരു സ്വാതന്ത്ര്യം ഇല്ല അല്ലേ? ഭയങ്കര പാടല്ലേ? സാത്താൻ ഇതാ പറഞ്ഞേ, നീ ആ പഴം തിന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തന്നെ ദൈവത്തോട് ചോദിക്കാതെ തന്നെ യു വിൽ നോ വാട്ട്സ് ഗുഡ് ആൻഡ് വാട്ട്സ് ബാഡ്. അപ്പം തീരുമാനങ്ങളെല്ലാം ആരുടെ ആയിരിക്കും? നിങ്ങളുടെ ആയിരിക്കും. രാവിലെ ഏത് ഷർട്ട് ഇടണം? ദൈവമേ ഏത് ഷർട്ട് ഇടണം നമ്മൾ ചോദിക്കാറൊന്നുമില്ല. നോക്കുമ്പോൾ ഉള്ളതിന് തേച്ച് വെച്ചിരിക്കുന്നു, വൃത്തിയായിട്ടിരിക്കുന്നു. ഞായറാഴ്ച ആണെങ്കിൽ വെള്ളയോട് ഏറ്റവും അടുത്തതും ഒക്കെ എടുത്ത് നമുക്കറിയാം. അതൊക്കെ നമുക്കതൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട്. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ എവിടെ പോകണം? ഫുഡ് കഴിച്ചാൽ നല്ലതാണോ ചീത്തയാണോ? പ്രസംഗം കേട്ടാൽ പോലും നല്ലതാണോ ചീത്തയാണോ? നല്ല പ്രസംഗമായിരുന്നു ബ്രദറെ, അപ്പോഴേ എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട്. കാരണം ദേ ആർ ജഡ്ജിങ് ഇറ്റ് ഇൻ ദ സോൾ. നന്മ തിന്മകളുടെ സിസ്റ്റത്തിന് വെളിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചെങ്കിൽ നല്ല ഹോളാണോ ഇത്? പറഞ്ഞു നല്ല ഹോളാ അല്ലേ? എങ്ങനെയാ മനസ്സിലായത്? നന്മയും തിന്മയുടെ സിസ്റ്റം. ആത്മാവാണോ പറഞ്ഞത് നല്ല ഹോളാന്ന്? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സോളിന് ഭയങ്കര കപ്പാസിറ്റിയാണ് ഇത് ഡിവൈഡ് ചെയ്യാൻ, ഏതാ നല്ലത് ഏതാ ചീത്ത. അങ്ങനെ നമ്മളിത് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ എവറി മാൻ ബോൺ ഓഫ് ആഡം ആർ സോളിഷ് പീപ്പിൾ. ദേ ഡു ഗുഡ്, ദേ ഡു ബാഡ്. പക്ഷെ അതെല്ലാം അവരുടെ അനാലിസിസ് ആണ്, അവരുടെ കണ്ടെത്തലുകളാണ്. അവരതിൻ്റെ കണ്ടെത്തൽ എവിടെ നിന്ന് വരുന്നതെന്നറിയോ? ആത്മാവിൽ നിന്നല്ല, ദൈവത്തിൻ്റെ ആത്മാവല്ല അവരോട് പറയുന്നത്. അത് അവരുടെ സോളിനകത്ത് തന്നെ. അതായത് ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള ഒരു അവബോധം. ഇപ്പോൾ ഒരു ദേശത്തുള്ള നന്മയായിരിക്കില്ല വേറൊരു ദേശത്തുള്ള നന്മ. ഒരു മനുഷ്യന് നന്മയും തോന്നുന്നതായിരിക്കില്ല വേറൊരു മനുഷ്യന് നന്മയും തോന്നുന്നെങ്കിലും എല്ലാവർക്കും എന്തുണ്ട്? ഒരു നന്മ തിന്മ അവബോധം ഉണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണല്ലോ, സമ്മതിച്ചല്ലോ? അത് മതി. ഓക്കെ. അപ്പോൾ അതാണ് പാപം. പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ കള്ളം പറഞ്ഞോ മോഷ്ടിച്ചോ ഒക്കെ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിലല്ലാതെ ജഡത്തിൽ ജീവിക്കുന്ന എല്ലാം പാപമാണ്. വെയിറ്റ്, ഞാൻ ഇത് ഒന്നും കൂടെ വിശദീകരിക്കാം. ആത്മാവ്, ദേഹി, ദേഹം. പാപം എന്താന്ന് പറയാം. നമ്മൾ സാധാരണ ആത്മാവ് ഡെഡ് അവസ്ഥയിലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വീണ്ടും ജനിക്കാത്തവർക്ക്. അന്ന് നമുക്ക് ആകെ ഉള്ളത് ഈ പാപം ചെയ്തപ്പോഴായിട്ട് ഇത് 3 കഷ്ണമായത്. അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് പൊക്കോണ്ടേനെ. ഒരു ഡിസ്കോർഡൻ നോട്ടും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന സാധനം. ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് 3ആയി. ആത്മാവ് ഡെഡായി പോയി, സൗണ്ടില്ല, നോ കമ്മ്യൂണിക്കേഷൻ. അതാണ് ദൈവം ഒന്നും പറയുന്നില്ല. സ്പിരിറ്റ് ഈസ് ഡെഡ്. ഇപ്പോഴും പലരും അത് അനുഭവിക്കാറുണ്ട്. ദൈവം ഒന്നും പറയുന്നില്ല ബ്രദറെ, ഒന്നും കേൾക്കുന്നില്ല. സ്പിരിച്വലി ഡെഡാ. താഴെ ദേഹിയുണ്ട്, ദേഹമുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുന്ന് വേറൊരു ചർച്ച ഉണ്ടല്ലോ, അതെവിടെയാ? ട്രിനിറ്റി ചർച്ച്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടെ ദൂരെ ഒരു സ്ഥലമില്ലേ? എവിടെ? ഇവിടെ അടുത്തുള്ള മൊസഫ. അവിടെ വരെ പോകണമെങ്കിൽ എത്ര ടാക്സി റേറ്റ്? എത്ര കിലോമീറ്റർ ഉണ്ട്? 25 ഉണ്ട്. അത് പോരാ. ഒരു 5 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചോ. ഓക്കെ, എത്ര ആവും ടാക്സി ഫെയർ? 12.50. ഓക്കെ, 15 ഇരിക്കട്ടെ. 15 ദിർഹം. ഓക്കെ, അപ്പോൾ 15, ഒരു 5 കിലോമീറ്റർ 15 ദിർഹം നിങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ 20 ദിർഹമേ ഉള്ളൂ. പോയിട്ട് വരണം. എന്ത് ചെയ്യും? അപ്പോൾ ഈ ശരീരം പറയും എനിക്കെങ്ങും വയ്യ, ഭയങ്കര വെയില, എങ്ങനെ നടക്കും? അപ്പം പറയും ബുദ്ധി പറയും, പ്രാണൻ പറയും, എടാ നിന്നെ എയറോപ്ലെയിനിലോ AC-യിലോ ഒക്കെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഇല്ല. എത്രയുള്ളൂ കയ്യിൽ? 20 ഉള്ളൂ. അപ്പോൾ ശരീരം പറയും ഗതികേടായിപ്പോയി, കുറച്ചുകൂടെ നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ. അന്നേരം മനസ്സ് പറയും കിട്ടണ്ടേ, നമുക്കിപ്പോൾ എന്തായാലും ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? അന്നേരം മനസ്സ് പറയും നമുക്ക് അങ്ങോട്ട് നടക്കാം. അയ്യോ, നടന്നു കഴിഞ്ഞിട്ട് 5 AED ബാക്കി വരുമല്ലോ. 5 കൊണ്ട് നമുക്കൊരു ജ്യൂസോ നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിക്കും. ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയാൻ മേല. തിരിച്ച് 15 AED കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം?
ഒരു ടാക്സി വിളിച്ചിങ്ങ് പോരാ. എങ്ങനെയുണ്ട്? സുന്ദരമായ ഐഡിയ അല്ലേ? ഇങ്ങനെ ഈ ശരീരവും മനസ്സും കൂടെയാണ് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇന്ന് രാവിലെ ഇഡ്ഡലിയാണോ ശരീരം ചോദിക്കും. അന്നേരം പറയും ഈ ടേസ്റ്റ് അങ്ങ് ഇഡ്ഡലി മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ, ടേസ്റ്റ് ബെഡൊക്കെ കംപ്ലൈനിങ്ങാണ്. അന്നേരം ദേഹി പറയും ഇത് മേടിക്കാനുള്ള പൈസയേ ഉള്ളൂ, ഇതേ കിട്ടുള്ളൂ, മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ വഴക്ക് പറയും, എന്നാൽ പിന്നെ കഴിച്ചേക്കാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മുടെ ലൈഫ് മൊത്തം. മനസ്സിലാവുന്നുണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതിനെയാണ് സോളിഷ് ലിവിങ് എന്ന് പറയുന്നത്. ഇതാണ് ജഡം എന്ന് ബൈബിൾ പറയുന്ന ഈ ജഡം ഇതാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള കൂട്ടുകക്ഷി ഭരണത്തെയാണ് നമ്മൾ ജഡം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെന്റാണ് നമ്മളെ ഭരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഭരിക്കുന്നിടത്തോളം കാലം എത്ര സൽപ്രവൃത്തി ചെയ്താലും വി ആർ സോളിഷ്, വി ഡോണ്ട് ഹാവ് ദ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിലല്ല ജീവിക്കുന്നത്, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ നന്മ തിന്മകളും ജഡത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലെ പത്രം വായിക്കുക, മനോരമ, ഇവിടുത്തെ പത്രം അല്ല കേട്ടോ, അവിടുത്തെ പത്രം. ഒരു പേജ് നോക്കുമ്പം 6 മാസം പ്രായമായ കൊച്ചിനെ ഒരാൾ കൊന്നു. എന്തോ ഒരു ദുഷ്ടതയാ ദൈവമേ ഈ ലോകത്ത്, നീ ഒന്ന് വന്നാ മതിയായിരുന്നു. പേജ് മറിച്ച് ഒരാൾ അവൻ്റെ കിഡ്നി എടുത്ത് വേറൊരാൾക്ക് കൊടുത്തു. എന്തോ ഒരു നല്ല മനുഷ്യൻ. അടുത്ത പേജ് മറിച്ച് അവിടെ തിന്മ കൊണ്ട് നമ്മളെ ഒരാൾ ഞെട്ടിക്കുന്നു, ഇപ്പുറത്ത് നന്മ കൊണ്ട് ഒരാൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. നന്മയും തിന്മയും അടങ്ങുന്ന ഒരു പാക്കേജാണ് പാപം. ഈ കിഡ്നി കൊടുത്തത് നല്ല കാര്യമാണോ? നല്ല കാര്യമാണ്. പക്ഷെ പാപത്തെ എടുത്തു കളയാനത് സഹായിച്ചില്ല. ഇപ്പം ഞാനൊരാൾക്ക് കിഡ്നി കൊടുത്തു എന്ന് വിചാരിച്ചു. എൻ്റെ കിഡ്നി ഒന്നും അവൈലബിൾ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറിയാൻ മേല എൻ്റെയൊക്കെ ഷേപ്പ് എന്താണ്. കിഡ്നി കൊടുത്തെന്ന് വിചാരിച്ചോ? ആ കിഡ്നി മേടിച്ചുകൊണ്ട് പോയവൻ 2 ദിവസം കഴിഞ്ഞ് കള്ളും കുടിച്ച് എന്നോട് ഊടുപാടെ തെറി പറഞ്ഞെന്ന് വിചാരിച്ചോ? ഞാൻ എന്തായിരിക്കും പറയുന്നത്? എൻ്റെ പാവം കിഡ്നി, അവൻ ദുഷ്ടൻ, അതും കൊണ്ട് പോയിട്ട് ദേ പറയലേ. അവനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന് മാത്രമല്ല, അവനെ ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഞാൻ പോവുകയും ചെയ്തു. കാരണം പാപത്തെ എടുത്തു കളയാൻ ഒരു സൽപ്രവൃത്തിക്കും പറ്റുന്നില്ല. നമ്മളെ കൂടുതൽ കൂടുതൽ സ്വയനീതിക്കാരാക്കി മാറ്റുന്നതല്ലാതെ ഈ ദേഹിയിലുള്ള ഒരു സൽപ്രവൃത്തിയും പാപത്തിൻ്റെ ആ അടിമത്തം ഉണ്ടാക്കുന്ന ആ പാപത്തെ തൊടുന്നത് പോലും ഇല്ലെന്ന് മാത്രമല്ല, അതിനെ കൂടുതൽ ശക്തമാക്കുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആദവും ഹവ്വയും പാപം ചെയ്യാതെ അവിടെ താമസിക്കാമെന്ന് വിചാരിച്ചു, ഒരു ചാൻസും കൂടെ ദൈവം കൊടുത്തെന്ന് വിചാരിച്ചോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക, എൻ്റെ ദൈവമേ എന്തൊരു ദൈവമാണ്. നമ്മുടെ പിള്ളേരൊക്കെ എത്ര പ്രാവശ്യം പാപം ചെയ്തിട്ട് നമ്മൾ ക്ഷമിച്ച് വിട്ടു. ദൈവം അവനൊരൊറ്റ പാപം ചെയ്തപ്പോഴേക്കും അവനെ പുറത്താക്കി കളഞ്ഞല്ലോ. എന്നിട്ട് ദൈവം ഭയങ്കര സ്നേഹമെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മളൊരു കുറ്റം ചെയ്തപ്പം അപ്പൻ നല്ലൊരു വഴക്കും പറഞ്ഞ് അടിച്ച്, ഇനി മേലാ ഈ വീടിനകത്ത് നീ കയറിപ്പോകരുതെന്ന് ഒരു പഴം എടുത്ത് നിന്നുള്ള അടുക്കളയെന്ന് വിചാരിച്ചു. മേലായി വീട്ടിൽ നീ കയറിപ്പോകരുതെന്ന് പറഞ്ഞ് നമ്മൾ വെളി ഇറക്കി വിട്ടിട്ട് വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി 2 പോലീസുകാരുടെ സെക്യൂരിറ്റിയും കൂടെ വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം അതാ ചെയ്തത്. എന്നിട്ട് എന്താ പറയുന്നത്? ദൈവം ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഈ അതിനകത്ത് കിടന്നാൽ അവർ ഇനി എന്ത് ചെയ്താലും പാപമായിരിക്കുള്ളൂ. കാരണം അവർക്ക് നന്മതിന്മകൾ അറിയാം. ഞാൻ എക്സാമ്പിൾ പറയാം. 10 വർഷം കഴിഞ്ഞ് ദൈവം പറയുന്നത് ഒരു ചാൻസ് കൂടെ തരാം, നിങ്ങൾ ഇവിടെ താമസിച്ചു, ഇനി മേലെ അങ്ങോട്ട് പോയേക്കല്ലോ കേട്ടോ. ഓക്കെ, അത് അപ്പം തന്നെ സമ്മതിക്കും. 10 വർഷം കഴിഞ്ഞ് ദൈവം ആദമിനെ കാണാമെന്ന് വെച്ചാൽ 10 വർഷം കഴിഞ്ഞ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നന്മതിന്മകൾ അറിയാവുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ എപ്പോഴും എല്ലാ വൈകിട്ടും വരേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇവന് എന്തറിയാം, എങ്ങനെ ജീവിക്കണം എന്നറിയാം. അപ്പം അവൻ്റെ നീതിബോധത്തിൽ തന്നെ അവൻ അറിയാം ഇനി പഴം തിന്നരുതെന്നറിയാം. നീതിബോധത്തിൽ എന്തറിയാം? പഴം തിന്നരുത്. എല്ലാ ദിവസവും ദൈവം വരേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അവൻ്റെ ബോധത്തിൽ അറിയാം ഇത് പാപമാണ് ചെയ്യേണ്ട. അത് അവൻ്റെ സന്മാർഗ ബോധത്തിൽ അവൻ അറിയാം. കേൾക്കുന്നുണ്ടോ? 10 വർഷം കഴിഞ്ഞ് ദൈവം വന്ന് ചോദിക്കുക, ആദമേ എങ്ങനെയുണ്ട് ലൈഫ്? ആദം പറഞ്ഞു, ഭയങ്കര പാടാ കർത്താവേ. അതെന്താ? ഞാൻ അന്ന് ആ പഴം തിന്നായിരുന്നല്ലോ. അന്ന് തിന്നായിരുന്നു, പിന്നെ തിന്നില്ലല്ലോ. ഇല്ല, പക്ഷെ എപ്പോൾ അതിലേ പോയാലും എനിക്ക് കൊതി വരും. എന്താ ടേസ്റ്റായിരുന്നു ആ പഴത്തിന് ഓർക്കും. എന്നാലും കർത്താവേ ഞാൻ പിടിച്ചു നിന്നു, ഇന്ന് വരെ കഴിച്ചില്ല. അപ്പം ഹവ്വായോ? അന്നേരം പറയും, ഹവ്വാനോട് പല പ്രാവശ്യം പറഞ്ഞു, ഒരു പ്രാവശ്യം ദൈവം ക്ഷമിച്ചില്ലേ, ഒന്നുകൂടെ ക്ഷമിക്കാതിരിക്കുമോ? നമ്മൾ പിള്ളേരല്ലേ. ആർഗ്യുമെന്റ് എങ്ങനെയുണ്ട്? നമ്മുടെ സ്വഭാവം അല്ലേ? ഒന്നും കൂടെ ദൈവം ക്ഷമിക്കായിരിക്കും. നമുക്ക് രുചി സഹിക്കാൻ പറ്റുന്നില്ലോ, ഞാൻ ഒന്നുകൂടെ പറിച്ചോണ്ട് വരട്ടെ എന്ന് ഹവ്വ ചോദിച്ചതാ. ഞാൻ ഈ പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞു. അപ്പം സത്യത്തിൽ ആരാ പ്രതി? ഇപ്പം ഹവ്വ. ഞാൻ ആരാ? ഇതിനെല്ലാം ജയിച്ചവൻ അല്ലേ? ഇനി ഇവനെ ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയാൽ ആദം ഏത് ഗമേല വരുന്നതെന്നറിയോ? അവൻ്റെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചാണ് വരുന്നത്. അവൻ ശരിക്കും മഹാഭാവിയാ.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൽപ്പന അനുസരിച്ചാൽ അവൻ സ്വയം നീതിമാനെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറയും. എന്തിനു പറയുന്നു? ആഭരണം ഇടാത്തവർ ആഭരണം ഇട്ടവരെ നോക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കുന്ന എങ്ങനെയാണെന്നറിയാം? നിങ്ങൾ ആഭരണം ഇടാത്തവരുണ്ടല്ലോ. ഇനി ഒന്നും വേണ്ട, ക്ലീൻ ഷേവ് ചെയ്തവർ ചെയ്യാത്തവരെ നോക്കുന്നതിനൊരു നോട്ടമുണ്ട്. മണവാട്ടിക്ക് മീശയുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാൽ അത് ചെയ്യാത്തവരെ നമ്മൾ നോട്ട് ചെയ്തിരിക്കും, ഉറപ്പാ. ചർച്ചിൽ നാട്ടിൽ പണിയാൻ വേണ്ടി 50,000 കൊടുത്തവൻ അന്വേഷിക്കും വേറെ ആരൊക്കെ 50,000 അടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. ആരും ഇല്ലെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ പാസ്റ്റർ വരുമ്പോൾ ചോദിക്കും, പിന്നെയും ചോദിക്കും, ആ കൊടുത്തവരുടെ ലിസ്റ്റ് കണ്ടോ? എന്തിനാണെന്നറിയോ? അറിയോ? നമ്മുടെ ഓരോ സൽപ്രവൃത്തിയും നമ്മൾ ദൈവത്തോട് അടുപ്പിക്കുകയല്ല, ദൈവത്തിൽ നിന്ന് അകറ്റി കളയുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പൊ ഈ ദേഹി മനുഷ്യർ എന്ത് സൽപ്രവൃത്തി ചെയ്താലും കുരുക്കാം. അപ്പോഴാണ് ചില മനുഷ്യർ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാലേ സ്വർഗത്തിൽ പൊള്ളുന്നത്. എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ? ദേഹി തന്നെ പോക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ സൽപ്രവൃത്തികൾ സ്വയനീതിയിലേക്കും ദുഷ്പ്രവൃത്തികൾ നരകക്കുഴിയിലേക്കും നമ്മളെ കൊണ്ടുവന്ന് 2 തരത്തിൽ നമ്മൾ പോക്കാണെന്ന് അർത്ഥം. വി കനോട്ട് ബി സേവ്ഡ് ബൈ ലോ ബിക്കോസ് ഓഫ് ദിസ്, ബിക്കോസ് വി ആർ ഓൾ സോളിഷ് ആൻഡ് വി കൗണ്ട് അവർ വെർച്യൂസ് ആൻഡ് കണ്ടം അതേഴ്സ്. ആ ഒരൊറ്റ കാരണത്താൽ നമ്മളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റിയല്ല? കൽപ്പനകളാൽ രക്ഷിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് രക്ഷിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല? നമ്മൾ എന്ത് ചെയ്താലും സ്വയനീതിയോട് അത് ആഡ് ചെയ്ത് പിന്നെ മാനസാന്തരപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വരും. ഉദാഹരണത്തിന് ഈ IPCയിലെ PYP എങ്ങനെയൊക്കെയുള്ള സംഘടനകളിലെ സഹോദരങ്ങൾ, പിള്ളേർ, അവരിപ്പോൾ രക്തദാനം ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞ വർഷം, ഈ വർഷം കണ്ടില്ല കേട്ടോ, കഴിഞ്ഞ വർഷമായിരുന്നു. ഈ 2018 അതിൻ്റെ ആവശ്യം വന്നില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ സൽപ്രവൃത്തി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ 2017 പിള്ളേർ ആലോചിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാൽ പിന്നെ രക്തം കൊടുത്തേക്കാന്ന് വിചാരിച്ചു രക്തദാന ക്യാമ്പ് IPC PYP വക. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്തദാനമൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു വരവുണ്ട്, അതുവരെ ഒരു പാപം ചെയ്തിട്ടില്ലാത്തവരെ പോലെ ഇവർ വരുന്നു. അതെല്ലാം എന്തിൽ കഴുകി കളഞ്ഞു? ഈ ഒരൊറ്റ പ്രവൃത്തി ചെയ്തോടുകൂടി ഇവരിന് മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ടോ? പിള്ളേരെ, മക്കളെ, സഹോദരങ്ങളെ, ഇവരിന് മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ടോ? രക്തം കൊടുത്തവരാ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പിന്നെ അവരെന്തിനാ മാനസാന്തരപ്പെടുന്നത്? സോ വൺ ഗുഡ് വർക്ക് ദേ തിങ്ക് കവേഴ്സ് ഓൾ ദെയർ ഇനിക്വിറ്റീസ്. അവർ ചെയ്ത എല്ലാ പാപത്തെയും ആ ഒരു സൽപ്രവൃത്തി. നമ്മളൊരു ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കോമൺ എക്സാമ്പിൾ. ഒരു ദിവസം കേരളത്തിലെ വീട്ടിലാട്ടോ, ഇവിടെ അങ്ങനത്തെ പ്രതിഭാസങ്ങളൊന്നും ഇല്ല. കേരളത്തിലെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നു. നിങ്ങൾ നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചീത്ത പറഞ്ഞ് ഓടിക്കുമായിരുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം ആ ഭിക്ഷക്കാരൻ വന്നപ്പോൾ നിങ്ങൾ 100 രൂപ കൊടുത്തു. ആ കൊടുത്തതിൻ്റെ ഗമ ആ ഭിക്ഷക്കാരൻ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾ, ഞാൻ 100 രൂപ കൊടുത്തവനാണ് പോകുന്നത്. നോക്കാതിരിക്കാൻ പറ്റിയല്ല സഹോദരങ്ങളെ, അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. വാട്ട് എവർ ഗുഡ് വർക്ക് യു ഡു, ദാറ്റ് മച്ച് ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ഫോർ യു ടു റിപ്പന്റ്. യേശു വന്നപ്പം അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൽപ്രവൃത്തികൾ ചെയ്തിട്ട് മാനസാന്തരപ്പെടാൻ പറ്റാതെ കുരുങ്ങിപ്പോയ ആൾക്കാരാണ്. ദേഹീ ജീവിതത്തിന്റെ 2 എക്സ്ട്രീംസ് ആണ്. ഒന്ന് പാപം, മറ്റൊന്ന് സ്വയനീതി. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പാപം, മറ്റൊന്ന് സെൽഫ് റൈച്ചസ്നെസ്. ഇത് രണ്ടും ആ ദേഹിയിൽ ആ പഴം തിന്നതിൻ്റെ 2 എഫക്റ്റുകളാണ്. ഒന്ന്, ഐദർ യു ആർ ഇൻ ഡീപ് സിൻ ഓർ യു ആർ സെൽഫ് റൈച്ചസ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ പാപത്തിന്റെ അടിമത്തം നമുക്കുണ്ടാക്കിയ 1-2 പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ആദം പാപം ചെയ്ത് കഴിഞ്ഞ ഉടനെ അവർക്ക് തോന്നി എന്താണെന്നറിയാം? അവർ നഗ്നരാണെന്ന് തോന്നി, അല്ലേ? നഗ്നരാണെന്ന് തോന്നിയ ഉടനെ അവരെന്ത് ചെയ്തു? അത്തിയില കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി, അത്തിയിലകൾ തുന്നിച്ചേർത്ത് അവരൊരു അരയാടം ഉണ്ടാക്കി നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിസ്സാര തുന്നൽപ്പണിയല്ല അവർ ചെയ്തത്. തുന്നാൻ സൂചി വേണം, നൂല് വേണം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ അവർ സംഘടിപ്പിച്ചു. ഏതെങ്കിലും നാരോ ഒക്കെ ആയിരിക്കും എടുത്ത് എന്തായാലും തുന്നി ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം അവർ കേൾക്കുന്നത്. ഇവര് ഓടി ഒരു മരത്തിന്റെ പുറകെ മറിഞ്ഞിട്ട് പറയാ, കർത്താവിൻ്റെ പറയാ, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായിരുന്നു. അപ്പോൾ ഉടുപ്പോ എന്താ? ഒരു ഇട്ടിരുന്ന ഉടുപ്പ് എന്തായിരുന്നു? അത്തിയില കൊണ്ടുള്ള ഒരു ഉടുപ്പ്. നമുക്കെല്ലാം അത്തിയില കൊണ്ടുള്ള ഉടുപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ കഷ്ടപ്പെട്ട് നെയ്തെടുത്തത്. എങ്ങനെയാണെന്നറിയോ? ദീർഘമായി പ്രാർത്ഥിച്ചും ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞും എല്ലാ മീറ്റിങ്ങിലും കൃത്യമായിട്ട് വന്നു. ആൾക്കാരെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് ബ്രദറേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കി ഓരോ ദിവസവും നമ്മൾ ചേർത്ത് നമ്മുടെ അകത്തെ വൃത്തികെട്ട സ്വഭാവം ആരും കാണാതിരിക്കാൻ വേണ്ടി
അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി അത്തിയിലകൾ കാരണം നമ്മളെ കാണുന്ന ജനമെല്ലാം പറയും, എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ, എന്താ പ്രാർത്ഥന. അവസാനം കർത്താവ് വരുന്നൊരു സമയത്തുണ്ടല്ലോ, ഒരൊറ്റ ഓട്ടമായിരിക്കും ഏതെങ്കിലും മരത്തിൻ്റെ പുറകിലേക്ക്. ഇന്ന് മരമൊന്നും കാണുകയില്ല ഓടാൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. പെന്തക്കോസ്തിലുള്ള അന്യഭാഷ പറയുന്ന ഒരു സഹോദരി, ഒരു ഇത്തിരി പ്രായമുള്ളൊരു സഹോദരി. അപ്പം ഞങ്ങളുടെ ചർച്ചിലൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ഇവർക്ക് ചെറിയൊരു മാനസിക പ്രശ്നം ഉണ്ടായി. കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടു ചെന്നപ്പം വാ തുറന്ന തെറിയ പറയുന്നു പറഞ്ഞു, ഭയങ്കര തെറി. ഡോക്ടർക്ക് പല തെറികളും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം അറ്റൻഡർമാരെ പറഞ്ഞു ഇതൊക്കെ തെറിയാന്ന്. ഡോക്ടർ, എൻ്റെ ദൈവമേ, പുള്ളി വിശ്വാസിയാ. പുള്ളി എന്നോടൊന്ന് ചോദിച്ചു, ഇതെങ്ങനെ ഇങ്ങനെ പറ്റുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറുടെ സൈക്കാട്രി തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. സപ്രഷൻ. അതായത് എനിക്കൊരു സഹോദരനോട് ഭയങ്കര വൈരാഗ്യം തോന്നുക, പക്ഷേ ഞാൻ അത്തിയിൽ അണിഞ്ഞിട്ടുണ്ട്. എന്താ ബ്രദറെ വിശേഷം, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ, ഓർക്കുന്ന വേറെ എന്തൊക്കെയോ ഓർക്കുന്നേ, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ അകത്തോട്ട് എന്താ പോയെന്നറിയോ, അവനോട് പറയാനിരുന്ന വാക്കുകളെല്ലാം എങ്ങോട്ട് പോയി, അകത്തേക്ക് പോയി. ഇത് കുറേ അഭിനയമായി കഴിയുമ്പം ഒരു ദിവസം ഈ അത്തിയിലെല്ലാം പറഞ്ഞു പോകും. പിന്നെ എന്തൊക്കെയാ വരുന്നതെന്ന് ഒരു പിടിയും കിട്ടില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പം ഒരു ദിവസം നമ്മൾ ആരാന്നുള്ളത് വെളിപ്പെടും. നമ്മുടെ അകത്ത് സപ്രസ് ചെയ്ത് ആരും കാണാതെ വെച്ചിരുന്ന, ആരെയും കാണിക്കാതെ സൂക്ഷിച്ചിരുന്ന ഒരു ഞാനുണ്ട്. ഇന്നും നമ്മുടെ ചിന്തകൾ അതുപോലെ വെളി വെക്കാൻ പറ്റുകയില്ല. അതാണ് ദൈവത്തിന് മുമ്പിൽ തുറന്നു കിടക്കുന്നത്. അതൊരു ദിവസം വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നാൽ എന്തൊരു ഭയാനകമായിരിക്കും. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കാറ്, നരകത്തിലോട്ട് ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാർ കരഞ്ഞ് നിലവിളിച്ച്, അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയേ ദൈവമേ, ഇനി ഒന്നുകൂടെ ക്ഷമിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്ന. ഞാൻ അങ്ങനെ ഇപ്പം കരുതുന്നില്ല. കാരണം അങ്ങനൊരു മാനസാന്തരം അവർക്കുണ്ടാവില്ല. അവർ എല്ലാത്തിനെയും ചീത്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. അവരുടെ ഒറിജിനൽ സോളിൻ്റെ ആ കിരാത സ്വഭാവം എല്ലാ സമയത്തും വെളിവരും. ഈ പൊളിഞ്ഞു പോകാന്ന് പറയും, നമ്മുടെ പുറന്തോട് അത്തിയിലകൾ. അങ്ങനെ ഒരു ദിവസം നമുക്ക് വരും ഉറപ്പായിട്ടും. അന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഓരോ പാപവും അവിടെ എല്ലാവരും കാണുന്ന രീതിയിൽ വെളിയിൽ വരും. നമുക്കതിനെ തടയാൻ പറ്റില്ല. എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. മരിച്ചുപോയ ആൾക്കാരുടെ കുറ്റം പറയരുതെങ്കിലും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. എല്ലാവരും അങ്ങനെയൊക്കെയാണ്. ഈ വല്യമ്മ എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ആൾക്കാർ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്മ, വല്യമ്മ പറയും, എത്ര നാളായിട്ടാണ് നിന്നെ കണ്ടിട്ട്. ചേച്ചി ഒരു കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ അമ്മ എന്നെ കാത്തിരിക്കുമായിരുന്നു. അപ്പം കൈ പിടിച്ച് ഇങ്ങനെ വിറച്ച് കരയും. കുറേ കൂടെ പ്രായമായപ്പം അമ്മയ്ക്ക് അത്രയൊന്നും ഓർമ്മയില്ലാതായി. ഈ ബുദ്ധി കുറേ കഴിയുമ്പോൾ അങ്ങ് പോകും. ബുദ്ധി വെച്ചാൽ നമ്മളിതിനെ തടയുന്നത്, നമ്മുടെ ഉള്ളിൽ വരുന്ന വിചാരങ്ങൾ വെളിയിൽ പോകാതിരിക്കാൻ തടയുന്നത്. അപ്പം പിന്നെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, ആരുടെ അവിടെ വന്നേക്കുന്നത്? അവനല്ലേലും പണ്ടേ ഇതേ സ്വഭാവമാണ്, എപ്പോഴും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അതിലിരുന്ന് നടക്കും. അപ്പം നമ്മൾ പറയും, അമ്മച്ചി ഒന്ന് മിണ്ടാതിരിക്കുക, എന്തായി പറയുന്നത്? അമ്മച്ചി നിർത്തുമോ? അപ്പം മറ്റവരോട് പറയും, അമ്മച്ചിക്ക് ഇത്ര ബോധക്കുറവാണ്. ബോധം ഇപ്പോഴാണ് വന്നത്, ഇതാണ് ബോധം. മറ്റേത് അഭിനയമായിരുന്നു. ഇപ്പം പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, നമ്മൾ ആ ബുദ്ധി കൊണ്ട് നമ്മുടെ അകത്തുള്ള വികാരങ്ങളെ മറയ്ക്കാൻ നമ്മൾ തോറ്റുപോകും. നമുക്കത് പറ്റിയാലാതാവും. തലയിലൊരു തേങ്ങ വീണാൽ നമ്മൾ അങ്ങനെ ആകും. പിന്നെ വെളിയിൽ വരുന്ന എന്തൊക്കെയാണെന്ന് ഒരു പിടിയും കിട്ടില്ല. ബുദ്ധി ഹാസ് എ യൂസ് ബൈ ഡേറ്റ്. നമ്മൾ ഈ പറയുന്ന ബുദ്ധി ഒരു അധികം നാൾ ഉണ്ടാവില്ല, ഓർമ്മ പോവും. ആരൊക്കെയാ മുമ്പിൽ നിന്നെല്ലാം മറന്നു പോവും. പിന്നെ ആ പഴയ സാധനമായി വെളിയിലോട്ട് ഇങ്ങ് വരുന്നത്. അത് അൺഹീൽഡാ, അത് അൺഫോർഗിവണാണ്. അത് കിരാതവും പൈശാചികവുമായ ഹീൽ ചെയ്യപ്പെടാത്ത പ്രാകൃത മനുഷ്യരാണ് ഈ ലോകത്തുണ്ടാകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം, ഞാൻ ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു, 3 വയസ്സുള്ളൊരു കൊച്ച് നല്ല പാവമാണ്. പക്ഷേ അവൻ്റെ ഒരു ടോയ് നിങ്ങൾ എടുത്താൽ അവൻ കരയും, ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും അല്ലേ. അവന് ആ വലിയ കുട്ടിയുടെ അത്ര ആരോഗ്യം, അല്ലെ നമ്മുടെ അത്ര ആരോഗ്യം ഉണ്ടെങ്കിൽ അവൻ നമ്മളെ തല്ലിക്കൊന്നിട്ട് ടോയ് എടുത്തുകൊണ്ട് പോയതിനെ. അന്നേരം ബുദ്ധി ഇല്ലെങ്കിൽ, ബുദ്ധി വരുന്നതിന് മുമ്പാണ്. ബുദ്ധി വന്ന ആരോഗ്യം, അതിന് കോൺസിക്വൻസ് ഉണ്ട്, നാട്ടുകാരെന്ത് പറയും, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അതിൻ്റെയൊക്കെ ബുദ്ധി വരുന്നതിന് മുമ്പ് ഒരു 3 വയസ്സുള്ളപ്പം ഇവനൊരു 25 വയസ്സുകാരുടെ ശക്തിയുണ്ട്, അവൻ്റെ ടോയ് വേണമെങ്കിൽ അവൻ തല്ലിക്കൊന്നിട്ട് പോകും. ദാറ്റ്സ് ദ ഈവിൽ ഇൻ എ മാൻ. സത്യമാണോ ഞാൻ പറയുന്നത്? ആണോ? അപ്പോൾ നമ്മൾ എങ്ങനെ നന്നാവും? ഒരു വലിയ പ്രോബ്ലം. അപ്പോൾ റോമാലേഖനം അഡ്രസ്സ് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലമാണ്. ഈ സോളിഷ് ലൈഫ് ജീവിക്കുന്നവരുടെ 2 പ്രത്യേകതയിൽ ഒന്നാണ്
അവർക്കെല്ലാം ഒരു ഹിഡൻ ലൈഫ് ഉണ്ടായിരിക്കുന്നു. അതായത് മനുഷ്യർ കാണുന്ന ആത്മീകമായ ഒരു നല്ല ലൈഫ് കൂടാതെ അതിനകത്ത് ഇവൻ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട ലൈഫ് ഉണ്ടാവും. സോളിഷ് ലൈഫിൻ്റെ പ്രത്യേകത അത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അവന് മറയ്ക്കപ്പെടേണ്ട ചിലതുണ്ട്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവൻ്റെ മുമ്പിൽ ഹമ്പിളായി സബ്മിറ്റഡ് ആയില്ലെങ്കിൽ ഇത് മറയ്ക്കപ്പെടില്ല. നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇയ്യോബ. അകം പൊള്ളയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇയ്യോബിനെ പോലെ നീതിമാനായ ഒരു മനുഷ്യൻ നമ്മൾ ബൈബിളിൽ കാണുകയില്ല. അവൻ നീതിമാനാണെന്നുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എനിക്ക് പ്രധാനമാണെങ്കിലും അതെനിക്ക് മനസ്സിലാക്കാം. കാരണം ഏത് പാപിയെയും നീതീകരിക്കാൻ ദൈവത്തിന് കഴിയും. അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ദൈവം ഇയ്യോബിനെ നീതിമാൻ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവൻ്റെ വിശ്വാസത്താലായിരിക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ സാത്താൻ ഒരുത്തനെ നീതിമാൻ എന്ന് പറയണമെങ്കിൽ അത് ഇത്തിരി പാടാം. കാരണം എന്ത് കുറ്റവും കണ്ടുപിടിക്കാൻ ഒന്നാമൻ സാത്താനാണ്. സാത്താനോട് ദൈവം ചോദിക്കണം, അവൻ്റെ പണി തന്നെ അതാ, അപവാദം പറയുക, വിശുദ്ധന്മാരെ കുറിച്ച് അപവാദം പറയുക. ദൈവം നമ്മുടെ എല്ലാ പാപത്തെ ഓർത്താൽ നമുക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ദൈവം ഒത്തിരി കാര്യങ്ങൾ വിട്ട് കളഞ്ഞ് നമ്മളെ നീതീകരിക്കുന്നു. ഓക്കെ, പക്ഷെ പിശാച് അങ്ങനല്ല. അവൻ ഓരോ കാര്യവും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. ഇയ്യോബിനെ കുറിച്ച് ദൈവം ചോദിക്കുക, എൻ്റെ ദാസനാ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചോ? അപ്പം ഇവൻ പറയാം, നോക്കി, പക്ഷെ ഒരു പാപം അവനിൽ കാണാൻ പറ്റുന്നില്ല. അപ്പം ഇയ്യോബ് എന്തായിരിക്കും സാധനം അല്ലേ? മോശയെ നോക്കിയിട്ട് പിശാച് അവകാശം പറഞ്ഞു. മഹാപുരോഹിതന യോശുവയുടെ വസ്ത്രത്തിൽ ചെളിയുണ്ടെന്ന് പറഞ്ഞവൻ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല, നീ ഇങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പം പിശാചിന് പോലും പിടികൊടുക്കാത്ത സൂത്രക്കാരൻ ഇയ്യോബ്. സൂത്രക്കാരൻ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാം ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ഞാനത് പറയാം എവിടെയാ സൂത്രം കിടന്നെന്ന് ഞാൻ പറയാം. ഇയ്യോബിന് അറിയില്ലായിരുന്നത്. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ടായിരുന്നു. ദൈവം അവനെ കുറ്റം വിധിച്ചില്ല എന്നുള്ള വേറൊരു കാര്യം. ഇയ്യോബിൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്കെല്ലാം അറിയാമായിരുന്നു എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ എന്താണെന്നൊരു പിടിയില്ല. ഇയ്യോബിനൊന്നും മനസ്സിലാകുന്നുമില്ല. കാരണം ഇയ്യോബ് എങ്ങനെ നോക്കിയിട്ടും അവൻ്റെ കയ്യിലൊരു കുറ്റമുള്ളതായിട്ട് ഇയ്യോബും കാണുന്നില്ല. ഇനി 42-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചേ. ഇയ്യോബ് 42:5. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടുന്നുള്ളൂ. ദൈവത്തെക്കുറിച്ച് ഒത്തിരി പൂർവികരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ, എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഒറ്റ കാരണമുള്ളൂ, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത്. ഈ ദൈവത്തിൻ്റെ വെളിച്ചം വന്നപ്പോഴാണ് ഞാൻ എന്തോരം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇയ്യോബ് പറയാം, ഒരു കുറ്റവും ആർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് എന്നോട് തന്നെ എന്ത് തോന്നുക? വെറുപ്പ് തോന്നുക. എന്തുകൊണ്ട് വെറുപ്പ് തോന്നുക? ഞാൻ ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തോന്നുന്ന അവനോട് തന്നെയുള്ള അവജ്ഞയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. യെശയ്യാവ്, ഇരമ്യാവ്, മോശെ, എല്ലാവരും ആ നത്തിങ്നെസ്സിനാണ്. പത്രോസ്, മീൻ പിടിക്കാൻ പോയ പത്രോസ്. ഇവിടെ ഇയ്യോബ് പറയാണ്, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. എന്ത് പാപത്തെക്കുറിച്ചാണ്? ഞാൻ പാപം ചെയ്തില്ല എന്ന് ചിന്തിച്ച് ദൈവത്തോട് സംസാരിച്ചു പോയി. അതാണ് പാപം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥ അതാണെങ്കിൽ ന്യായവിധി ദിവസത്തിൽ ദൈവത്തെ നേരിടുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടില്ല, നമ്മൾ പാപമോചനം പുത്രനിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, അവൻ്റെ നീതിയുടെ വസ്ത്രം നമ്മൾ അണിയുന്നില്ലെങ്കിൽ നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും, ചില സൽപ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അവർ സ്വർഗത്തിൽ പോവോ, ഇവർ സ്വർഗത്തിൽ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരൊറ്റ ആൾ പോലും സ്വർഗത്തിൽ ഉണ്ടാവില്ല. കാരണം all men are born evil. Some people hide it better than the others. അതല്ലാതെ ഒരു വ്യത്യാസമില്ല. ആദമിനോട് ഈ സോളിഷ് ലൈഫിൻ്റെ 2-ാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? ആദമിനോട് ദൈവം ചോദിക്കുക, നീ ആ പഴം തിന്നല്ലേ? അപ്പോൾ ആദം പറയാം, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നുകൊണ്ട് ഞാൻ തിന്ന്. അപ്പോൾ ആരുടെ കുറ്റമാണ്? ദൈവത്തിൻ്റെ കുറ്റമാണ്. ദൈവത്തിന് കുറച്ചുകൂടെ നല്ല ഹൗവയെ കൊടുക്കാമായിരുന്നല്ലേ? നമുക്ക് ഈ പലപ്പോഴും ആദന്മാർക്ക് തോന്നുന്നൊരു പ്രശ്നമാണ്, കുറച്ചുകൂടെ നല്ല ഹൗവയെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കുറേ പ്രയോജനപ്പെട്ടേനെ. എൻ്റെ ഹൗവ പോരാ. ഹൗവമാരും പ്രശ്നം വേറെ എത്രയോ ആദന്മാർ കല്യാണം ആലോചിച്ച് വന്നു. ഈ ആദം തന്നെ കൃത്യമായിട്ട് എൻ്റെ തലയിൽ വന്നിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ ദൈവം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ഹൗവ പഴം പറിച്ചുകൊണ്ട് വന്നപ്പം ആദം കുറച്ചെങ്കിലും ഭേദമുള്ളവനായിരുന്നെങ്കിൽ എന്തായിരുന്നു പറയേണ്ടത് ഹൗവയോട്?
എൻ്റെ ഹവ്വ, നീ ഈ പഴം തിന്നരുത്, മോശമാണ്, ദൈവം നമ്മളോട് പറഞ്ഞതല്ലേ ചെയ്യരുതെന്ന്. എന്തിനാ ഇത് പറിച്ചുകൊണ്ടെന്നൊരു വാക്ക് ചോദിക്കണ്ടേ? പുള്ളി ഇത് നോക്കിയിരിക്കുമായിരുന്നു, അത് മേടിച്ച് കഴിച്ചു. അപ്പം രണ്ടും ഒരേ സാധനം തന്നെയാ അല്ലേ? നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ ഭാര്യ നിങ്ങളെയൊക്കെ മോശമാണ്. നിങ്ങൾക്ക് പറ്റിയ ആളെ ദൈവം അങ്ങനെ അത് ഒരുക്കുന്നേ, തക്ക തുണ അല്ലേ? നമുക്ക് തോന്നും ഇത് എനിക്ക് തക്ക തുണയാണോ, കാരണം ഞാൻ നല്ലതാന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് അതങ്ങനെ ചിന്തിക്കുന്നത്. എല്ലാം ഒരേ നേച്ചറാണ്. നിങ്ങൾ ഭർത്താക്കന്മാരെ ഓർത്തോ, ഭാര്യമാരെ കുറിച്ച് ഓർത്തോ, മക്കളെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. എക്സാക്ട്ലി നിങ്ങൾ തന്നെയാണ് അവർ. എല്ലാ മനുഷ്യനും ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്ത പാവികളാണ്. സന്തോഷമായ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർന്ന് സ്തോത്രം ചെയ്തു, എനിക്ക് ഇത്രയും നല്ല ഹൗവയെ, ഇത്ര നല്ലതല്ല കേട്ടോ, ഇത്രയും കറക്റ്റ് ഹൗവയെ തന്നതിനാണ് സ്തോത്രം. കാരണം അത് എല്ലാ മനുഷ്യ പ്രകൃതവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സോളിഷ് ലിവിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റൊരാളെ കുറ്റം എന്ത് സംഭവിച്ചാലും മറ്റൊരാളുടെ മേലിലോട്ട് വയ്ക്കും. എൻ്റെ അപ്പൻ 80 വയസ്സായി, ഇതൊക്കെ റെക്കോർഡായിപ്പോന്ന് എൻ്റെ അപ്പനെങ്ങാനും കേട്ടാ. പുള്ളി കാർ ഓടിച്ച് ഒരു പ്രാവശ്യം കൊണ്ട് ഇടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേറെ ആരെയല്ല ഇടിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീടിന് താഴെ വലിയൊരു കുഴിയുണ്ട്, ഇടുക്കി ഹൈറേഞ്ചിൽ. വീട് കഴിഞ്ഞ് റോഡ് കഴിഞ്ഞ് പിന്നെ കുഴിയാണ്. ഈ വീടിൽ നിന്ന് മുമ്പിൽ നിന്ന് കാർ എടുത്താൽ കുഴിക്കകത്തോട്ടങ്ങ് പോയി, ഇത്രേ ഉള്ളൂ. അവിടെ ഒരു ഉണങ്ങിയ പനയിൽ തട്ടിയത് നിന്നു. ആ പനയെ പിന്നെ പോയി കേട്ടോ. അന്നേരത്തേക്ക് ആ പന ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഫാദർ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അത് ഈ കാറിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. പ്രായമാണ്. 2-3 മാസം കഴിഞ്ഞപ്പം അതുപോലെ തന്നെ വീട്ടിൽ നിന്നെടുത്തപ്പം കുഴിക്കകത്തോട്ട് പോകുന്നുള്ള പേടി കാരണം ഒരൊറ്റ തിരിച്ചു. നേരെ ഞങ്ങളുടെ മതിലോട്ട് തന്നെ വന്ന് കയറി ഒരു സൈഡ് ഇടിച്ച് പറഞ്ഞു 1.5 ലക്ഷത്തിൻ്റെ ഡാമേജാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ റോഡ് കിടക്കുന്നത് ശരിക്കല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നമുക്കൊരിക്കലും നമ്മൾ കാരണമാണെന്ന് പറയാൻ പറ്റില്ല. അത് സോളിഷ് ലിവിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതെന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നമുക്ക് തടി തപ്പാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് എന്താടാ ഹോംവർക്ക് ചെയ്യാഞ്ഞേ, അത് ഇന്നലെ തലവേദനയായിരുന്നു, അല്ല ഇവൻ ചെയ്തേനെ. ഇതൊരു സോളിഷ് ലിവിങ്ങിൻ്റെ പ്രത്യേകത. വി നെവർ കൺഫസ് ദാറ്റ് ഐ വാസ് ഇൻ ദ റോങ്. അതൊരിക്കലും പറയല. ഞാൻ റോങ് ആയിരുന്നു പറയേണ്ടി വന്നാലും അവസാനം ഹൗവ പറഞ്ഞ പോലെ എങ്കിലും ആക്കും. അത് ഹൗവ എങ്ങനെയാണ് പറയുന്നതറിയോ? ആദം കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെയാണ്, ഹൗവ കുറ്റപ്പെടുത്തുന്ന പിശാചിനെയാണ്. അതാണ് ഒരു പെന്തക്കോസ്ത് മൈൻഡ് എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും അത് പിശാചിൻ്റെ കുറ്റമാണ്. പിശാച് പരീക്ഷിച്ച ബ്രദറെ ഞാൻ വീണു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് അടുത്ത് തന്നു, ശരിയാ. നിങ്ങളെ പരീക്ഷിക്കാൻ ഇന്നേ വരെ അവൻ അടുത്ത് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ആരുടെയെങ്കിലും അടുത്ത് വന്നിട്ടുണ്ടോ പിശാച് പരീക്ഷിക്കാൻ വേണ്ടി? പേടിപ്പിക്കാൻ വന്നു കാണും, പരീക്ഷിക്കാൻ വന്നിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? യേശുവിനെ പരീക്ഷിക്കണമെങ്കിൽ പിശാച് യേശുവിൻ്റെ അടുത്ത് ചെല്ലണമായിരുന്നു. നമ്മളെ പരീക്ഷിക്കാൻ അടുത്തൊന്നും വരേണ്ട കാര്യമില്ല. നമ്മുടെ അകത്ത് തന്നെ എല്ലാ സിസ്റ്റവും ഇരിപ്പുണ്ട്. മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട ഏത് സമയത്തും പരീക്ഷിക്കപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ അവൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഏറ്റെടുക്കണം, എൻ്റെ മോഹങ്ങളാണ് എന്നെ പരീക്ഷിച്ചതെന്നും എൻ്റെ മോഹങ്ങളാലാണ് ഞാൻ വീണതെന്നും പറയാൻ വീണ്ടെടുക്കപ്പെട്ട ഒരാൾക്കേ പറ്റുള്ളൂ. സോളിൽ ജീവിക്കുന്ന ആൾക്ക് പറ്റിയല്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇനി പാപത്തെ നമ്മൾ കണ്ടെത്താൻ പോവാണ്. ലൊക്കേറ്റിംഗ് സിൻ. എവിടെയാണ്, എങ്ങനെയാണ് പാപം ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോളിഷ് ലിവിങ് ആണ് പാപം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നന്മ തിന്മകൾ രണ്ടും പാപത്തിനകത്തുണ്ട്. അപ്പോൾ പാപം ലോകം പറയുന്ന പോലെ അല്ല നമ്മൾ പാപത്തെക്കുറിച്ച് പറയുന്നത്. ഒരു ദിവസം ഞങ്ങൾക്ക്, ഞാൻ CMS കോളേജിൽ പഠിക്കുന്ന എൻ്റെ കോളേജ് വിദ്യാഭ്യാസകാലത്താണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഞങ്ങൾ 4 പേരാണ് ആ ഹോസ്റ്റലിൽ വിശ്വാസികളായിട്ടുള്ളത്. അതിലൊരു മനുഷ്യൻ രാത്രി 8 മണിയായപ്പം, ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഏറ്റവും പ്രാർത്ഥിക്കുന്ന, ഏറ്റവും ബൈബിൾ വായിക്കുന്ന, ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ഒരു മനുഷ്യൻ. രാത്രി 8 മണിയായപ്പോൾ ഈ പുള്ളിയെ കാണാനില്ല. ഞങ്ങൾ ഹോസ്റ്റൽ മുഴുവൻ അരിച്ചു പറക്കി, മനുഷ്യനെ കാണാനില്ല. ആദ്യം ചിന്തിച്ചു മതിലിയാടി പോയി കാണും. അങ്ങനെ പുള്ളി ഒരിക്കലും പോയില്ല. കാരണം വിശ്വാസിയാന്നുള്ള നല്ല സാക്ഷ്യം പ്രാപിച്ച ആളാണ്. അയാൾ കള്ളം പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം, വിശ്വസ്തനാണെന്നറിയാം. അങ്ങനെ ഒരാൾ മതിലിയാടി പോയില്ല. അപ്പം ഞങ്ങൾ വാർഡനോട് ഇന്ന് ചോദിച്ചു, ഈ ബ്രദറിനെ കാണാനില്ലോ, എവിടെ പോയി? അപ്പോൾ ആരും പറഞ്ഞു, അയാൾ എവിടെയെങ്കിലും കാണും. ഞാൻ പറഞ്ഞു, കണ്ടില്ല, എല്ലായിടത്തും നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് പുള്ളി പോയി കിടന്നുറങ്ങി. വേറെ ഏതെങ്കിലും ആളായിരുന്നെങ്കിൽ ആ വാർഡൻ രാത്രി ടോർച്ചുമായിട്ട് ഇറങ്ങിനെ. അത്ര കോൺഫിഡൻസാ. പക്ഷേ ഈ പുള്ളി ഹോസ്റ്റലില്ല. അന്വേഷിച്ച് മടുത്ത് ഈ പുള്ളിയെ കാണാനില്ല. അപ്പം എൻ്റെ ഒരു സഹോദരനോട് പറഞ്ഞു, ചെയ്സേ സംഗതി പ്രശ്നമായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി?
പുള്ളി പടൂരുണ്ട്, ഈ പറഞ്ഞ ആള്. സംഗതി പ്രശ്നമായി എന്ന് പറഞ്ഞ ആള്. ഞാൻ എന്താ പ്രശ്നം? കർത്താവ് വന്നിട്ട് പോയതാ, അല്ലെങ്കിൽ പുള്ളി മാത്രമായിട്ട് പോകാൻ ഒരു കാര്യമില്ല. നമ്മളിനി എന്ത് ചെയ്യും? അപ്പം ഞാൻ ആലോചിക്കുന്നത്, ശരിയാണല്ലോ ദൈവമേ, കർത്താവ് വന്നിട്ട് പോയി കാണും, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി 666 ഇടി, എൻ്റെ കർത്താവെ ജീവൻ കള. അന്ന് അങ്ങനെയൊക്കെയാ വിശ്വസിക്കുന്നത്. ഇന്നാണ് നിങ്ങളെല്ലാവരും ചിരിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അങ്ങനൊന്നും കർത്താവ് വരില്ല എന്ന് നമുക്കറിയാലേ. പ്രത്യാശയൊക്കെ പോയി അല്ലേ? ആലോചിച്ച് നോക്കിയേ, ഞാനിത് എവിടെ പറഞ്ഞപ്പോഴും ആൾക്കാർ ചിരിക്കുമായിരുന്നു. അത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു ഏത് സമയത്ത്. അപ്പോൾ ഞങ്ങൾ പോയല്ലോ എന്നുള്ള ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. ഇനി എന്ത് ചെയ്യും? അങ്ങനെ വല്ലതും ആണോ? ഈ പുള്ളി അല്ലാതെ പോകാൻ ഒരു വഴിയില്ല. ഒരു 9-9:30 ആയപ്പോൾ ഈ പുള്ളി ബൈബിളും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എവിടെ പോയിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. ഏതോ വാതിലിനെ മറിഞ്ഞു. ഞങ്ങൾ ഈ വിളിച്ചൊന്നും കേട്ടുമില്ല, പുള്ളി അറിഞ്ഞുമില്ല. ഹോസ്റ്റലിനകത്ത് തന്നെ വെച്ച് പുള്ളി അകത്തോടെ പോയി. ഞാൻ ആ മറ്റേ സഹോദരൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു, നാളെ ഇങ്ങനെ സംഭവിച്ചാൽ. അതുകൊണ്ട് നമുക്ക് രാവിലെ നമ്മുടെ രക്ഷയിലോട്ട് നയിക്കുന്ന സ്റ്റുഡൻറ് ലീഡേഴ്സ് ഉണ്ട്, അവരോട് പോയി ചോദിക്കാം, ഇത് എന്താ സംഭവം, നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പോയി ഈ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ഓഫീസിൽ പോയി. അവിടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു തന്ന ഒരാളുണ്ട്. പുള്ളി ഇപ്പം വളരെ പ്രശസ്തനായ ആളാണ്, സാംസൺ കോട്ടൂർ എന്ന് പറയും. അന്ന് പുള്ളി സുവിശേഷ വേലക്കാരനായിരുന്നു, ക്യാമ്പസ് ക്രൂസൈഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്. അദ്ദേഹമൊക്കെയാണ് ഞങ്ങളോട് ആദ്യകാലത്ത് സുവിശേഷം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവരോട് പോയി ചോദിക്കുക, എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തുന്നത്? അപ്പോൾ അവർ പറഞ്ഞു തന്നു, ശരിക്കും രക്ഷിക്കപ്പെട്ടവർ ആത്മാവ് പാവബോധം വരുത്തും. പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഇത് പാവമാണ് ചെയ്യരുതെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷം. കാരണം എപ്പോഴും പാപം ഉള്ളി വരുന്നതുകൊണ്ട് എപ്പോഴും തെറ്റാന്ന് ഉള്ളി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്കൊരു സംശയമുണ്ട്, പണ്ടേ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന്. എന്നാൽ പിന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ വചനം വായിച്ചപ്പോൾ മനസ്സിലായത് അത് ആ പാപത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. പണ്ടൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ സിസ്റ്റമൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിക്കും നല്ല ഫോണാണല്ലോ, പ്രസംഗിച്ച് കഴിയുമ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകണം ഞാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ. ഉടനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുക, അത് പാപമാണ്, അത് ചെയ്യരുത്. അത് ആരുടെ ശബ്ദമാണ്? ദൈവാത്മാവിൻ്റെ ശബ്ദമൊന്നും അല്ല, അത് മനസാക്ഷിയുടെ ശബ്ദമാണ്. മനസാക്ഷിയുള്ള ഒരുത്തിനും ആ പണി ചെയ്യല. മനസാക്ഷി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള സ്വർഗത്തിൽ പോവില്ല. മനസാക്ഷിക്കാർ സ്വർഗത്തിൽ പോകുന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. യേശുവിൻ്റെ സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവർ മനസാക്ഷി അനുസരിച്ച് വിധിക്കപ്പെട്ട് സ്വർഗത്തിൽ പോവോ ഇല്ലയോ? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവർ പോവില്ല, പോകാൻ പറ്റില്ല. യേശുക്രിസ്തു അല്ലാതെ വേറൊരു വഴിയും ഇല്ല. ഓക്കെ, നമുക്ക് പാപത്തിൻ്റെ ലൊക്കേഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പോവില്ല. നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-29 മുതൽ 29 വായിക്കണ്ട, അത് വായിച്ചു നോക്കി ജസ്റ്റ് അന്ന് വായിച്ചോ. സകല അനീതിയും ദുഷ്ടതയും നോക്കിയാണെ പാപങ്ങളുടെ ലിസ്റ്റാണ്. അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ. ആ കുല എന്നുള്ള പഴയ മലയാളമാണ്, കൊലയാണ്. കുല എന്ന് പറഞ്ഞാൽ വാഴക്കുല എന്ന് വരും. കൊല, പിണക്കം, എന്നിവ തിങ്ങിയവർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, പൊങ്ങച്ചടിക്കുന്നവർ, തള്ളുന്നവർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, പിള്ളേരെ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവ് തോന്നാത്തവർ, ഈ വക പ്രവർത്തിക്കുന്നവർ. ഭയങ്കരമല്ലേ? പക്ഷെ നിങ്ങൾ ഒന്നും കൂടെ ആ ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ. വായിക്കണ്ട, ജസ്റ്റ് മനസ്സിലൊന്ന് നോക്കിക്കേ. ഇതിൽ എല്ലാ ലിസ്റ്റിലുള്ള ഓരോ പാപവും ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും പാപമാണ്. ശരിക്കും നോക്കി അല്ലേ? ആത്മപ്രശംസ ആർക്കേലും ഇഷ്ടമാണോ ലോകത്ത്? അവിശ്വാസികൾക്ക് ഇഷ്ടമാണോ ഒരുത്തൻ ചുമ്മാ ബടായി അടിക്കുന്നത്? ഊടുപട കളിയാക്കി കളയോ അല്ലേ? ആർക്കും ഇഷ്ടമില്ല. ഇതെല്ലാം ലോകം മുഴുവൻ എന്താ പാപമെന്ന്
അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആത്മാവ് വെളിപ്പെടുത്തുന്ന പാപങ്ങളെക്കുറിച്ചല്ല. അതെന്ത് വെളിപ്പെടുത്തുന്ന പാപങ്ങളെക്കുറിച്ചാണെന്ന് നമുക്ക് വായിക്കണമെങ്കിൽ 18-ാം വാക്യം വായിക്കണം. 18, 19, 20, 21 വായിച്ച്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഓക്കെ, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അടുത്ത വാക്യം, ഇത് കേട്ടോണേ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. അപ്പം ദൈവത്തെക്കുറിച്ച് ലോകത്തുള്ള സകല ജനങ്ങൾക്കും ഒരു മിനിമം അറിവുണ്ട്. അതിനെയാണ് നമ്മൾ കോമൺ വെളിപ്പാട് എന്ന് പറയുന്നത്. അതായത് ലോകത്തിൽ ആരെല്ലാം ജനിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഒരു മിനിമം അറിവ് ദൈവത്തെക്കുറിച്ചുണ്ട്. അതായത് ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ബൈബിളിൽ നിന്നല്ല. ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ബൈബിൾ തുറക്കുന്നത്. ദൈവം ഇല്ലെങ്കിൽ നമ്മൾ ബൈബിൾ തുറക്കേണ്ട കാര്യമില്ല. ബൈബിൾ വായിച്ചിട്ടാണോ നമ്മൾ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? അല്ല, ദൈവമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബൈബിൾ വേണം. ദൈവം ആരാന്ന് മനസ്സിലാവണമെങ്കിൽ ബൈബിൾ വേണം. പക്ഷെ ദൈവം ഉണ്ടെന്ന് പറയാൻ നമുക്ക് ബൈബിൾ വേണോ? പറഞ്ഞേ, വേണ്ട. ലോകത്തിലെ എല്ലാ മതങ്ങളിലും ദൈവം ഒന്ന് ഒരു ബോധം വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു മതത്തിലില്ലാത്ത ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം കണ്ണു തുറന്നപ്പം ആദമിനെ പോലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നല്ല സുന്ദരമായ പ്രപഞ്ചം, പ്രകൃതി, പക്ഷികൾ പറക്കുന്നു. എനിക്ക് റൊമാൻറ്റിക്കായിട്ട് അതിനെ വിവരിക്കാനൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ സങ്കല്പിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എന്ത് സുന്ദരമായ പ്രകൃതി, ഇതുണ്ടാക്കിയ ഒരാളുണ്ടെന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെ കിടന്ന് ഏറ്റവും നല്ല കല്ലെടുത്ത് വെച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ആ മണ്ടത്തരത്തെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അദൃശ്യനായ ദൈവത്തിൻ്റെ തെളിവുകൾ ഈ സൃഷ്ടിയിൽ തന്നെ ഉണ്ടായിട്ടും അവന് മഹത്വം കൊടുക്കാതെ പോകുന്നവരാണ് എന്ത് സംഭവിക്കുന്നത് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഈ പാപത്തിന് അടിമകളാകുന്നത്. അതായത് ദൈവത്തെക്കുറിച്ച് അടിസ്ഥാനപരമായെങ്കിലും ലോകത്തിന്റെ ജ്ഞാനമെങ്കിലും ഉള്ളവർ ചെയ്തുകൂടാത്ത കാര്യങ്ങളെയാണ് ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? തോട്ട് വെച്ച് അടുത്ത വാക്യം. ദൈവത്തെ അറിഞ്ഞിട്ടും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢരായിപ്പോയി. ഓക്കെ, അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഈ വിഗ്രഹവൽക്കരണം, മനുഷ്യന്റെ വിഗ്രഹാരാധന, ദൈവത്തെ അവന്റെ ബുദ്ധി കൊണ്ട് അളക്കുന്നത്, കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പാപത്തിന്റെ ആ ലൊക്കേഷൻ ഒന്ന് ചിന്തിക്കാം. ഒരു കഥ ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ 2 കഥകൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കഥകളാണ്. ഓക്കെ, രണ്ടാമതായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് കേൾക്കും, ചിലപ്പോൾ 10ാമതും ആകാം. ഓക്കെ, പറയാതിരിക്കാൻ പറ്റില്ല. പാപത്തെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കഥയാണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു സഹോദരി, ഇവിടെയുള്ളൊരു സഹോദരി എന്ന് വിചാരിച്ചു, അതാരെന്ന് അവരവർക്ക് ചിന്തിക്കാം. ഓക്കെ, വിചാരിക്കുകയാണ്, സ്കൂൾ തുറന്നു, പിള്ളേർ ശല്യങ്ങളെല്ലാം സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്കും പോയി. അതാണ് വീട്ടമ്മമാർക്ക് ഏറ്റവും സമാധാനമുള്ള കുറച്ച് സമയം. പണിയെല്ലാം ചെയ്തു, കഴുകി, ക്ലീനാക്കി. കാരണം അല്ലെങ്കിൽ എന്നും കുക്കിങ്, വാഷിങ്, കുക്കിങ്, വാഷിങ്, കുക്കിങ്, ഈറ്റിങ്, വാഷിങ്, കുക്കിങ്, ഈറ്റിങ്, വാഷിങ്, ഇതാണ് മെയിൻ പരിപാടി. സമാധാനമായിട്ട് ഇന്ന് കുറച്ചു നേരം ഇന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഈ സഹോദരി ഇരിക്കുമ്പം ഗേറ്റ് തുറന്ന് വരുന്നു അവരുടെ വീട്ടിലെ ബന്ധുവായ പ്രായമായ വടിയും കുത്തിപ്പിടിച്ച് വരുന്ന ഒരു അമ്മാവൻ. ഞാൻ അമ്മാവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം അമ്മാച്ചെന്നോ അപ്പച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരും. അത് വേണ്ടാത്തതുകൊണ്ട്. ഇയാൾ വീട്ടിൽ വന്നാൽ പോകുന്ന ആളല്ല, ഭയങ്കര ഉപദ്രവിയാണ്. അയാൾക്ക് എല്ലാ സ്പെഷ്യൽ വേണം, ഒരു തരത്തിലും സമാധാനം കൊടുക്കാത്ത ഒരാൾ. ചിലപ്പം ചൂടുവെള്ളം, എല്ലാത്തിനും അതിന് ആവശ്യങ്ങൾ, കഞ്ഞി, ഡയബറ്റീസ്, പല രോഗങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം കറി പ്രത്യേകിച്ച് ഉണ്ടാക്കണം. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഈ സഹോദരിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്തായിരിക്കും വരുന്നത്? വീട്ടിൽ വന്നാൽ അയാൾ പോവില്ല. എന്തായിരിക്കും പെട്ടെന്ന് വരുന്നത്? പറഞ്ഞേ. കൃത്യം ഇന്ന് തന്നെ വന്ന് കയറിയല്ലോ, എൻ്റെ കർത്താവേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹമില്ലേ? നീ എന്തിനാണ് ആ മനുഷ്യൻ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടെന്ന് ദൈവത്തോടും ചോദിക്കും. സഭയെ വരുന്ന ആളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സഹോദരി, കേട്ടോ. വാതിൽ തുറന്ന് ഈ അമ്മാവൻ അടുത്ത് വരുമ്പം ഈ സഹോദരി എന്തായിരിക്കും പറയുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമോ? എന്ത് ചോദിക്കും? അമ്മാവ എത്ര നാളായി കണ്ടിട്ട്, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ എന്നല്ലേ ചോദിക്കുള്ളൂ. അത്രയല്ലേ ചോദിക്കുള്ളൂ. അപ്പം നോക്കി, പാപം അവര് ശരീരത്തിൽ, പ്രവൃത്തിയിൽ ലൊക്കേറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ അമ്മാവനോട് പറഞ്ഞാൽ മതിയായിരുന്നു,
എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്നു കയറി എനിക്ക് ഭയങ്കര തിരക്കാണ്, ഞങ്ങളിപ്പോൾ പോവാ, ഇവിടെ വീട്ടിലാരും ഇല്ല. അമ്മാവൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോക്കോ, അപ്പുറം എൻ്റെ അനിയത്തിയുടെ അപ്പൻ്റെ അമ്മൂമ്മയുടെ വീടിന് അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ പ്രവൃത്തി മോശമാവും. പ്രവൃത്തി മോശമായാൽ ഈ അപ്പച്ചൻ തന്നെ പല വീട്ടിലും ചെന്ന് പറയും, അവളുടെ അഹങ്കാരി. നമുക്ക് പ്രവൃത്തി മോശമാകാൻ പറ്റിയല്ല. അപ്പോൾ പ്രവൃത്തി നന്നാകണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പ്രവൃത്തി നന്നാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു ഓറഞ്ച് മരം ഉണ്ടായിരുന്നു. ഓറഞ്ചിൽ പഴം തിന്നാൻ നേരത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ തൊണ്ടയിൽ ഇത് കുരുങ്ങാതിരിക്കാൻ വേണ്ടി, കുരു കുരുങ്ങാതിരിക്കാൻ വേണ്ടി മുതിർന്നവർ പറയും, എടാ ഓറഞ്ച് തിന്നുമ്പോൾ അതിനകത്ത് കുരുവെല്ലാം എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ അത് വയറിനകത്ത് കിടന്ന് വളർന്ന് വലിയ മരമായിട്ട് മാറും. കേട്ടിട്ടുണ്ടോ? അപ്പം ഞങ്ങളങ്ങനെ പേടിക്കും, മരമായിട്ട് വരുമോ? ഒരു ഇഴുങ്ങിപ്പോയാൽ മരമായിട്ട് വരുമോ? ഒരു കുരു. പക്ഷെ അത് എവിടെ നിന്നാ കഥ വന്നതെന്നറിയോ? സത്യത്തിൽ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ആ പഴം തിന്നപ്പോൾ കുരു സഹിതമാണ് തിന്നത്. കുരു ഉണ്ടായിരുന്നു അറിയാൻ മേല. അത് ശരിക്കും ഒരു മരമായി വളർന്നു. ആ മരം, പാപത്തിൻ്റെ ഒരു മരം നമ്മളിൽ എല്ലാവരിലും ഉണ്ടെന്ന് സങ്കല്പിച്ചു നോക്കി. സങ്കല്പിച്ചോ? അതിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് പ്രവൃത്തികൾ. കേട്ടോ? അപ്പൊ ഈ സഹോദരി എന്ത് ചെയ്തെന്നറിയോ? ആ ഫലം അങ്ങ് പറിച്ചു കളഞ്ഞു. ദുഷ്ടതയുടെ ഒരു ഫലം ഉണ്ടായിരുന്നു, അത് പറിച്ചു കളഞ്ഞു. പക്ഷെ മരത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മരം അവിടെ തന്നെയുണ്ട്, അത് ഹൃദയത്തിലിരിപ്പുണ്ട്, മരമായിട്ടിരിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം പുറപ്പെടുവിച്ചത് വന്നു. അത് വന്നപ്പോഴേക്കും വലിച്ചു പറിച്ച് ദൂരോട്ട് കളഞ്ഞു. ഇപ്പം പഴം കാണാനില്ല. എന്തു തരം മരമായതെന്ന് പഴം കണ്ടാലേ അറിയുള്ളൂ, പക്ഷെ പഴം കാണാനില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ മാനസാന്തരം. ഇന്നലെ ആയിട്ട് പറഞ്ഞു ഇത്തിരി കൂടിപ്പോയി, ആ പഴം പറിച്ചു കളഞ്ഞു. ഇന്നലെ ഞാൻ കള്ളം പറഞ്ഞു, ആ പഴവും പറിച്ചു കളഞ്ഞു. മരം അത് തന്നെയാണ്. കർത്തൃമേശ എടുക്കാൻ നേരത്താണ് ഉള്ള പഴങ്ങളെല്ലാം കൂടെ പറിച്ച്. മരം അവിടെ തന്നെ നിൽപ്പുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഇത്തിരി കൂടിപ്പോയി കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. മരമല്ല കളഞ്ഞ്, എന്താ കളഞ്ഞ്? പഴം. നാളെയും വരുമോ അതറിയാൻ മേല, നാളെ വരുമ്പോൾ ക്ഷമിച്ചാൽ മതി. സംഗതി അവിടെ തന്നെ ഉണ്ട്. ഇതാണ് പഴം. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, പഴം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ. അത് വലിച്ചു പറിച്ച് കളഞ്ഞാൽ പിന്നെ ഏത് മരമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ആർക്കും. നമുക്കറിയാം ഏതാ മരമെന്ന്. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും മരം ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ സംസാരിക്കുന്നത്. ഒരു പഴം പോലും വെളി വരരുത്. വെളി വന്നാൽ എന്തായിരിക്കും? അത് മഹാമോശമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അമ്മാവൻ എപ്പോൾ പോകും എന്നറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല ഈ സഹോദരിക്ക്. സാധാരണ വന്നാൽ 1-2 ആഴ്ച പോക്കാം. അപ്പോൾ എങ്ങനെ അറിയണം? ചോദിക്കരുതെന്ന് ബുദ്ധി പറഞ്ഞെങ്കിലും സഹിക്കാൻ പറ്റിയില്ല. അമ്മാവനോട് ചോദിച്ചു. എങ്ങനെ ചോദിക്കാം? അമ്മാവൻ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മോശമാണ്, ചെയ്യാൻ പറ്റില്ല. അമ്മ പറയും, ഞാൻ വന്ന് കയറുന്നതിന് മുമ്പ് നീ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടിയല്ലേ എന്ന് അമ്മാവൻ ചോദിക്കും. അത് പറ്റില്ല. അപ്പോൾ തന്ത്രപൂർവ്വം ഒരു ചോദ്യം ചോദിക്കാം. അമ്മാവൻ ഡ്രസ്സ് മാറുന്നില്ലേ? നല്ല ചോദ്യമല്ലേ? ഇല്ല മോളെ, പോവുക. ഓ വണ്ടർഫുൾ. അത് നല്ല ഐഡിയ അല്ലേ? വേറൊരു ഐഡിയ പറയട്ടെ. വൈകിട്ട് കഴിക്കാൻ എന്താ വേണ്ടത്? ഓ മോളെ, ഞാൻ വൈകിട്ട് വരെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. അത് സമാധാനം, ഉച്ചയ്ക്കുള്ള കൊടുത്താൽ മതി. പക്ഷേ ഈ സഹോദരി ചോദിച്ചത് അങ്ങനെയല്ല. ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ പോരെന്ന് ചോദിച്ചേ. നാളെ രാവിലെ പൊക്കോണം എന്നതിന് അർത്ഥം. രാവിലെ ഒരു വണ്ടിയുണ്ട്, അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അമ്മാവൻ പാവം നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയുടെ ആ കാലം പോയ അമ്മാവനായിരുന്നു. അമ്മാവൻ വിചാരിച്ച് ഈ കൊച്ചിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അമ്മാവൻ പറഞ്ഞു, മോളെ എനിക്ക് സമയമൊന്നുമില്ല, ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് അങ്ങ് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ആശ്വാസം. പക്ഷെ മോൾ ഇന്ന് താമസിച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഈ ആഴ്ച ഞാൻ കിടന്നേക്കാം, അടുത്ത ആഴ്ചയെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്തായിരിക്കും സഹോദരിക്ക് തോന്നുന്നത്? എൻ്റെ ദൈവമേ, മിണ്ടാതിരുന്നെങ്കിൽ ആ പുള്ളി പോയിക്കൊണ്ടെന്ന്. അപ്പോൾ കുറച്ചു നേരമായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് തോന്നുക, എൻ്റെ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവാസം എടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പള്ളിയിൽ എല്ലാ കാര്യത്തിനും ഫ്രണ്ടിലുണ്ട്, അന്യഭാഷയും പറയുന്നു, അപ്പം നുറുക്കുന്നു, എനിക്കെന്താ ഈ മനുഷ്യനോട് ഇത്ര വൈരാഗ്യം? ഇപ്പം ഹൃദയം ശരിയാകുന്നില്ല. മരം ഭയങ്കര പ്രശ്നം. ഈ മരം വെട്ടിക്കളയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നറിയോ? എന്തെങ്കിലും മാർഗമുണ്ടോ മരം വെട്ടിക്കളയാൻ? സമയം പോയിക്കൊണ്ടിരിക്കുക. മരം വെട്ടിക്കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പറയട്ടെ. ഇവിടെ പാപങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായെന്നാ പറഞ്ഞേ? ദൈവത്തെ മഹത്വപ്പെടുത്താണ്ടോണ്ടെന്നല്ലേ പറഞ്ഞു? അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നോക്കിയാലോ? മരം മുറിഞ്ഞു പോകുമെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാലോ?
മനസ്സുകൊണ്ട് ഈ കൊച്ചിങ്ങനെ പറയുക, ദൈവമേ, ഈ മരം മുറിക്കാൻ എനിക്കൊരു വഴിയുള്ളൂ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യാൻ പോവാ. കർത്താവേ, ഈ അമ്മാവനെ ഇങ്ങോട്ട് വിട്ടതിനായിട്ട് സ്തോത്രം. ഇപ്പം മരം മുറിയാൻ തുടങ്ങുക. നിന്റെ ഇഷ്ടമായിരുന്നു അത്. ഞാൻ നിന്റെ അടുത്ത് പോയി 4 അക്ഷരം പ്രാർത്ഥിക്കുന്നതിനേക്കാളും നീ ഒരു പക്ഷെ ഇന്ന് ആഗ്രഹിച്ചത് ഈ അമ്മാവനെ ഓർത്ത് സ്തോത്രം ചെയ്ത് നന്ദി പറയാനായിരിക്കും. ഒരാഴ്ച ഈ മനുഷ്യനോട് നിൽക്കുമ്പം കൂടുതൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ, ക്ഷമിക്കേണ്ടത് എങ്ങനെയാ, ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാ, നീ എങ്ങനെയാ പാപികളായ ശിഷ്യന്മാരുടെ കാല് കഴുകിയത്, അവരെ ശുശ്രൂഷിച്ച് അവരെ പുറത്ത് 3.5 വർഷം കൂടെ കൊണ്ട് നടന്നതെന്ന് ഒരുപക്ഷെ എന്നെ പഠിപ്പിക്കാനായിരിക്കും. അതുകൊണ്ട് കർത്താവേ, ഈ അമ്മാവനെ ഓർത്ത് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു എന്നെപ്പോൾ പറയുന്നോ അപ്പോൾ ഈ മരം മുറിയും. സമ്മതിച്ചോ? നിങ്ങളുടെ വീട്ടില് ഭാര്യയെ ഓർത്ത് കർത്താവേ, ഭാര്യ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രമെന്ന് ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കയ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് പോവും. പരിശ്രമിക്കോ? തിരിച്ചും കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ മഹാ തല്ലിപ്പൊളികളായിരിക്കും. നോക്കിയാൽ സ്തോത്രം ചെയ്യാൻ തോന്നില്ലായിരിക്കും. എന്നാലും രണ്ടും കൽപ്പിച്ച് കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ തന്നെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. കാരണം ബൈബിൾ എഴുതിയിട്ടുണ്ട്, മക്കളെ പ്രസവിച്ച് സ്ത്രീകൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ ഇന്നലെ അത് പറയണമെന്ന് വിചാരിച്ച, സ്ത്രീകൾ രക്ഷപ്പെടാൻ കർത്താവ് വെച്ചേക്കുന്ന ഒരു വഴിയാണ് ഈ മക്കളെ പ്രസവിച്ച് വളർത്തുക എന്ന് പറയുന്നത്. അപ്പം മക്കളില്ലാത്തവർ വിഷമിക്കേണ്ട, അവർക്ക് വേറെ വഴികൾ ദൈവം ഒരുക്കുകയുള്ളൂ. ഈ മക്കളെ പ്രസവിച്ച് എങ്ങനെ രക്ഷപ്പെടുന്നില്ല, സ്വർഗത്തിൽ പോകുന്നവരെ അല്ല അവിടെ പറഞ്ഞേക്കുന്നത്. 2-3 നല്ല പിള്ളേരുണ്ടെങ്കിൽ അവരെ വളർത്തിയാൽ മതി. നമുക്ക് ക്ഷമയും സ്നേഹവും കരുണയും എല്ലാം പഠിക്കാൻ. അതിന് പറ്റിയൊരു ഭർത്താവും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്ഷിക്കപ്പെട്ടിരിക്കും. കാരണം അത് വിശുദ്ധീകരണത്തിലുള്ള രക്ഷയുടെ പ്രോഗ്രസീവ് സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറും, അതിന് നമുക്ക് ക്രൂശുകൾ ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് തീർച്ചയായിട്ടും ക്രൂശാണ്. ഒരു സഹോദരിക്ക് അവരുടെ ജീവിതം, ഐഡന്റിറ്റി എല്ലാം പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലോട്ട് ചുരുങ്ങുക. ഒരു പഠിച്ച ആൾക്കാരായിരിക്കും, പലതും ചെയ്യാൻ പറ്റുമായിരിക്കാം, ബട്ട് ഷീ ഈസ് ഡൈയിങ് ദെയർ ടു എവറിത്തിങ് ആൻഡ് കമ്മിങ് ടു എ ലിറ്റിൽ തിങ്. അതിനകത്ത് ഒരു മരണമുണ്ട്. അത് വിശുദ്ധീകരണത്തിൻ്റെ ഒരു വഴിയാണ്. സഹോദരിമാർക്ക് ആ വഴി ഒരു ഭാഗ്യമാണ് ശരിക്കും. അതില്ലാത്തവർക്ക് ദൈവം വേറെ എന്തെങ്കിലും വഴി, വേറെ എന്തെങ്കിലും ഒരു സബ്മിഷൻ്റെ അവസരം കൊടുക്കും. വിത്തൗട്ട് സബ്മിറ്റിംഗ് ടു വൺ അനദർ നൺ ഓഫ് us ക്യാൻ സേവ് അവർസെൽസ്. നടക്കില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പം എല്ലാത്തിനും ഓർത്തൊന്ന് സ്തോത്രം ചെയ്താൽ ആ ഹൃദയത്തിലെ ആ മരം അങ്ങ് മുറിയും. പക്ഷെ മരം മുറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. 7 ദിവസം നിൽക്കുന്ന അമ്മാവൻ 4-ാം ദിവസം രാവിലെ വന്നിട്ട് പറയാണ്, ഞാൻ അന്ന് തന്നെ പോകാനിരുന്ന, എൻ്റെ വീട്ടിൽ ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട് മോളെ, ഞാൻ ഇന്നങ്ങ് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് തോന്നും? ഉള്ളിൽ എന്ത് തോന്നും? ആശ്വാസം. സ്തോത്രം ചെയ്ത് 2-3 ദിവസം ഞാൻ എങ്ങനെ പിടിച്ചതെന്ന് എനിക്കറിയാം. ദൈവമേ താങ്ക് യു. പോയതിനും താങ്ക് യു അല്ലേ? പോയതിനും താങ്ക് യു. അപ്പം പെട്ടെന്ന് ഇവരുടെ ഉള്ളിലേക്ക് വരുക, കർത്താവ് എന്താ എനിക്കൊരു സ്നേഹം തോന്നാത്തത്? ഞാനെല്ലാം ചെയ്തു കൊടുത്തു, ഹൃദയത്തിൽ ഈവിലൊന്നും ചിന്തിച്ചില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടായില്ലല്ലോ, അതെന്താ ഉണ്ടാകാത്തത്? അതിന് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ പാപത്തിൻ്റെ 2 ലൊക്കേഷൻസ് നമ്മൾ കണ്ടു. ഒന്നതിൻ്റെ പഴം, മറ്റതിൻ്റെ മരം. പ്രവൃത്തികൾ, ചിന്തകൾ. എന്നാൽ ഇതിൻ്റെ ഒരു മരത്തെ നമ്മളൊരു ദേശത്ത് നിന്ന് വെട്ടിക്കളഞ്ഞാൽ ആ സ്ഥലം പിന്നെ ഉപയോഗിക്കണമെങ്കിൽ എന്തും കൂടെ ചെയ്യണം. അതിൻ്റെ വേരും കൂടെ പറിച്ചു കളയണം, അല്ലേ? ഈ പാപം എന്ന മരത്തിൻ്റെ വേരെവിടെ ഇറങ്ങിയേക്കുന്നറിയോ? ആർക്ക് പറയാം? ചിന്തകളിലല്ല. ബ്രെയിൻ എന്ന് പറയുമ്പോൾ ദേഹിയുടെ മൊത്തം ഭാഗമാവും. ബ്രെയിനിൽ ആലോചിച്ചല്ല നമ്മൾ പാപം ഉണ്ടാക്കുന്നത്. പാപം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. എവിടെ ഈ പാപം ഇരിക്കുന്നതെന്നറിയോ? നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലോ? 3-ാമത്തെ ലൊക്കേഷൻ ഓഫ് സിൻ. ഈ ശരീരത്തിൽ വരുന്ന പാപവും, പ്രവൃത്തികളിൽ വരുന്ന പാപവും ചിന്തകളിൽ വരുന്ന പാപമൊക്കെ എല്ലാ മതങ്ങളിലും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. നല്ല ചിന്തകളോടെ ജീവിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, മോശമായതൊന്നും ആലോചിക്കാതിരിക്കുക, ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട്. എന്നാൽ ബൈബിളിൽ മാത്രമുള്ള പാപത്തിൻ്റെ ഒരു 3-ാമത്തെ ലൊക്കേഷനുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ, ഞാൻ എടുക്കട്ടെ ഒരു നിമിഷം. 7-ാം അധ്യായത്തിൻ്റെ
14 വാക്യം മുതൽ ഞാൻ വായിക്കാം. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പൊ ന്യായപ്രമാണം ആത്മീകമായ ഒരു കാര്യമാണ് ദൈവം കൊടുത്തത്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 15 ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല. ഇച്ഛയാണ് എവിടെ നിന്നുണ്ടാകുന്നത്? ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നത് അല്ലേ? അപ്പൊ ഹൃദയത്തിൽ നിന്നല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, പിന്നെയോ പകയ്ക്കുന്നതിനെ അത്രേ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ന്യായപ്രമാണം നല്ലതാണ്, എൻ്റെ ഇച്ഛയും ന്യായപ്രമാണം അനുസരിക്കണം എന്നാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അപ്പം എൻ്റെ ആഗ്രഹം ന്യായപ്രമാണത്തോടാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് സമ്മതിക്കുക? ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് സമ്മതിക്കുക. കാരണം എൻ്റെ ഇഷ്ടം എങ്ങോട്ടാണ് കിടക്കുന്നത്? അതുകൊണ്ടല്ലേ എനിക്ക് ഇഷ്ടമായത്, നല്ലതായതുകൊണ്ടല്ലേ. അപ്പോൾ എനിക്ക് ന്യായപ്രമാണം ഇഷ്ടം, പക്ഷെ ഇഷ്ടമുള്ളതല്ല ഞാൻ ചെയ്യുന്നത്. ന്യായപ്രമാണം എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്താ സമ്മതിക്കുന്നത്? ന്യായപ്രമാണം നല്ലതാണെന്ന് സമ്മതിക്കുന്നത്. അങ്ങനെയല്ലേ? ഇപ്പം ഈ ഹോള് നല്ലതാണ് എന്ന് പറഞ്ഞാൽ, അല്ല എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നല്ലതാണ്. അപ്പം ന്യായപ്രമാണം ചെയ്യുന്നതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ സമ്മതിക്കുന്നത്? ന്യായപ്രമാണം നല്ലതാണ്. ഓക്കെ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചിന്തിച്ച് നോക്കിയാൽ എനിക്ക് കർത്താവിനനുസരിച്ച് വിശുദ്ധനായി ജീവിക്കണം എന്നല്ലേ ആഗ്രഹം? എല്ലാവരുടെ ആഗ്രഹം അതല്ലേ? അല്ലേ? ചിന്തകളിൽ നന്മ ചെയ്യണമെന്നല്ലേ ആഗ്രഹം? പക്ഷെ പ്രവർത്തിക്കുന്നത് വേറൊരു സാധനമാണ്. എന്നിൽ വസിക്കുന്ന പാപം. എവിടെ വസിക്കുന്ന? എന്നിൽ എവിടെയാ അത് വസിക്കുന്നത്? താവട്ടോ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. മനസ്സ് ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജഡം എന്ന ഗവൺമെന്റ് ആകുമ്പോൾ അതിലെന്തില്ല? നന്മ വസിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് നോക്കാം. താവട്ട് വരാം. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ 19 വാക്യം വായിച്ചില്ല അല്ലേ? 18 വാക്യം. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നില്ല ഇത്? ഉദാഹരണത്തിന് ഞാൻ ദേഷ്യപ്പെടുവാണ്. ഞാൻ ദേഷ്യപ്പെടാൻ പോവാണ്. തീരുമാനിച്ചിട്ടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? നിങ്ങളുടെ ആഗ്രഹം എന്താ? ദേഷ്യപ്പെടരുതെന്നാ. പക്ഷെ ദേഷ്യം വരുവാ. എവിടെന്നാ വരുന്നേ? മനസ്സിൽ നിന്നാണോ? അല്ല. മനസ്സിലാഗ്രഹം ഇത് വരരുതെന്നാ. മനസ്സ് പറയുന്നുണ്ട് നോ, അടങ്ങ്. അടങ്ങാൻ പറ്റുന്നില്ല. എവിടെ നിന്നോ ഇത് തിളച്ചു മറിഞ്ഞിങ്ങനെ വരുക അല്ലേ? എവിടെന്നാ? അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ, 20 വാക്യമാണേ, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ചിന്തകളല്ല, പിന്നെ ആരാണ്? എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇത് ഒന്നും മനസ്സിലായില്ലേ? സത്യം പറഞ്ഞു ഇതുവരെ ഒന്നും പൗലോസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരവാദിയല്ലല്ലോ. അപ്പൊ എന്തോ ഈ പാപം ചെയ്യുന്നത് ഇതുവരെ ക്ലിയർ ആയിട്ട്, ബുദ്ധിയോ അല്ല, ചിന്തകളും അല്ല, ഒന്നും വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. ഇനി വ്യക്തമാക്കാൻ പോവാ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പൊ എവിടെയോ തിന്മ എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ ഉള്ളിൽ. കാരണം ഈ നന്മ തിന്മകൾ ആ പഴത്തിലുണ്ടായിരുന്നു. ഞാൻ നന്മ ചെയ്യാൻ എപ്പോൾ ആലോചിക്കുമ്പോഴും അതിനെതിരെ തിന്മ എന്ന ശക്തി ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ 3ാം ചലന നിയമം അനുസരിച്ച് നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളിയാൽ, നമ്മുടെ കൈകൊണ്ട് എത്ര ആഞ്ഞ് മുമ്പോട്ട് തള്ളിയാലും നമ്മുടെ ശരീരം കൊണ്ടോ കാലുകൊണ്ടോ നമ്മളതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പുറകോട്ടും തള്ളും. അതുകൊണ്ട് ഈ വണ്ടി ഒരിക്കലും അകത്തിരുന്ന് തള്ളി മുമ്പോട്ട് തള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര ചിന്തയിൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രയും നമ്മളെ പുറകോട്ടടിക്കുന്ന ഒരു ശക്തി എന്നിലുണ്ട് എന്ന് കാണുന്നു. എന്നാലോചിച്ച് നോക്കിയേ. ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിലൊരു മതത്തിലും വെളിപ്പെടാത്ത വചനം കൊണ്ട് മാത്രം വെളിപ്പെടുന്ന കാര്യം. അപ്പോഴും ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇവിടെ ഈ ന്യായപ്രമാണത്തിന്റെ തലത്തിലാണ് ഇത് വെളിപ്പെടുന്നത്. ഈ പാപം 3ാമത്തെ ലൊക്കേഷൻ. 1ഉം 2ഉം പാപങ്ങൾ
നമുക്ക് ഹൃദയത്തിലും മനസ്സിനുള്ളത് കോമൺ റെവലേഷൻ മതിയായിരുന്നു, പൊതു വെളിപ്പാട്, ദൈവം ആരെന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ആ ബോധമുള്ളത്. അവിടെ എല്ലാം ദൈവം എന്ന ബോധമുള്ളിടത്തെല്ലാം ഇതെല്ലാം പാപം എന്നുള്ള ബോധമുണ്ട്. എന്നാൽ ന്യായപ്രമാണം, പഴയ നിയമ ന്യായപ്രമാണമെങ്കിലും കയ്യിൽ കിട്ടിയവർക്ക് മാത്രമേ ഈ മൂന്നാമത്തെ ലൊക്കേഷൻ പിടികിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇവിടം തൊട്ട് ഇങ്ങോട്ട് സ്പെഷ്യൽ റെവലേഷനാണ്. അതായത് വിശ്വാസികൾക്ക് മാത്രം, പ്രമാണം ലഭിച്ചവർക്ക് മാത്രം, ബൈബിളിലൂടെ മാത്രം വെളിപ്പെടുന്ന പാപങ്ങളാണ് ശരീരത്തിലുള്ള പാപം. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ എവിടെ കണ്ടത്? എവിടെ ഈ വേറൊരു പ്രമാണം കണ്ടത്? അവയവങ്ങളില്ല, എൻ്റെ അവയവങ്ങളിൽ. അടുത്ത വാക്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കണ്ണു ചൂഴ്ന്നിട്ട് തെറിഞ്ഞു കളയുന്നത്. സിംബോളിക്കായിട്ട് കർത്താവ് പറയാനുള്ള കാരണം അവയവങ്ങളിൽ ഇത് കാണുന്നു. അപ്പം നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ അവയവങ്ങളിൽ ഇതുണ്ടോ എന്ന് നമുക്ക് നോക്കാം, താഴോട്ട് വയ്ക്കാം. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ അടിമയാക്കി കളയുന്നു. ഇപ്പം ചിന്തകൾ നന്നായാൽ മതിയായിരുന്നെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐസ്ക്രീം കാരുടെ മുമ്പിൽ ചെല്ലുമ്പം ഐസ്ക്രീം ഫോർ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ കുഞ്ഞിനോട് പറയും, ദേ മോനെ ഒരു വണ്ടി പോകുന്ന കണ്ടോ? കണ്ടു. അപ്പോൾ ഐസ്ക്രീം പോയി, ശ്രദ്ധ തിരിച്ചു വിട്ടു. ഒരു പ്രായത്തിൽ അത് ഭയങ്കര പെട്ടെന്ന് പിള്ളേർ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കും. അപ്പം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം, അല്ലേ? അവർ പെട്ടെന്ന് മറന്നു പോകുള്ളൂ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാം. ചിന്ത തിരിച്ചു വിട്ടാൽ മതി. എന്തെങ്കിലും പാപചിന്ത വരുമ്പോഴത്തേനും ബൈബിൾ വായിച്ചാൽ മതി. മനസ്സിൽ നിന്ന് ആ മരം വെട്ടിക്കളയാം, മുറിച്ച് കളയാം. സ്തോത്രം ചെയ്താൽ മതി, മരം മുറിച്ച് കളയാം. ചിന്തകളല്ല അപകടം. ചിന്തകളേക്കാൾ ഭയങ്കര ഒരു സാധനം ഈ പാപത്തെ പിന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തത്വം അവയവങ്ങളിലുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതാണ് എന്നെ ബദ്ധനാക്കി അടിമയാക്കി കളയുന്നത്. ആ ഒരു സാധനമാണ് 24 ഒരു ഉത്തരം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ശരീരം പുറപ്പെടുവിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അത് മനസ്സല്ല തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കണമെന്നുള്ള പാപചിന്തകൾ വരുന്ന ഒരു വലിയ സോഴ്സ്, ദേഷ്യം വരുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടി പോകുന്ന കെമിക്കൽ ഫ്ലോയുടെ ഫലമാണ്. ദാറ്റ് മേക്സ് us slaves, helpless. തീരുമാനമെടുത്ത് നമുക്ക് ഹോർമോണുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടോ? സത്യമാണോ ഞാൻ പറയുന്നത്? ഈ തിളച്ചു പൊങ്ങി ദേഷ്യം വരുമ്പം, ഭയങ്കര ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്നൊരു മരുന്ന് കൊടുത്താൽ പുള്ളി ബോധം കെട്ട് കിടന്നോളൂ. നോ സിൻ. എവിടെ നിന്നാണ് ഇത് വരുന്നേ? അവയവങ്ങളിൽ നിന്ന് വരുന്ന ബൈബിൾ പറയുന്നത്. സത്യമാണോ അത്? ശരീരത്തിൽ നിന്ന്, വികാരങ്ങളിൽ നിന്ന്. നമുക്ക് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ വിചാരങ്ങളിൽ നിന്നല്ല, വികാരങ്ങളിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത്. ദാറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി, ഇൻഫ്ലുവൻസിങ് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കപ്പെടുന്നത് ഈ ശരീരത്താലാണ്. മനസ്സിലാകുന്നുണ്ടോ? സമ്മതിക്കുന്നില്ലേ? അങ്ങനെയല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇപ്പം ചില സമയത്ത് പറയല്ലേ, ഹോർമോണിൻ്റെ കുഴപ്പമാണ് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതാ എല്ലാവർക്കും ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്നാണെന്നറിയോ? നല്ലൊരു വികാരം ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ള, എല്ലാം വഴക്കാളി വികാരങ്ങളുണ്ടാകും. എന്നാൽ വല്ലപ്പോഴും ഒരു ഹോർമോൺ ഫ്ലോ ഉണ്ടായിട്ട് നമ്മളെല്ലാം വിശുദ്ധരായിക്കൂടെ, അല്ലേ? നിങ്ങൾ ഈ ചർച്ചകാരെല്ലാം കൂടെ കേരളത്തിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചോ ഇങ്ങനെ ചെയ്തേക്കരുത്, ഇതൊക്കെ ജഡമാണ്. എക്സാമ്പിൾ, അന്ത്യകാലത്ത് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന ഒരു കാലം വരുമ്പോൾ നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷമടിച്ച പച്ചക്കറി തിന്ന് ചാവണ്ട. നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഫാമിംഗ് നടത്തും. കുറേ സ്ഥലം വാങ്ങിച്ചിട്ട് ഗ്രൂപ്പ് ഫാമിംഗ് നടത്താമെന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങളൊരു കമ്മിറ്റി കൂടി ആലോചിക്കുകയാണ് എന്താണ് കൃഷി ചെയ്യേണ്ടത്. ചിലർ പറഞ്ഞു വാഴ, ചിലർ പറഞ്ഞു കോവയ്ക്ക, ചിലർ പറഞ്ഞു പയർ, ചിലർ പറഞ്ഞു തക്കാളി. എല്ലാം കൂടെ വഴക്കായി. എന്തിടണമെന്ന് തീരുമാനിച്ചില്ല. അതങ്ങനെയാണല്ലോ, നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യമുള്ളവരായതുകൊണ്ട് എന്തും പറയാമല്ലോ. ഒരു 2-3 മാസം കഴിഞ്ഞ് ഇവർ പോയി നോക്കിയപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ പറമ്പിൻ്റെ ഒരു സൈഡിൽ കോവയ്ക്ക, വേറൊരു സൈഡിൽ വാഴയ്ക്ക, വേറൊരു സൈഡിൽ തക്കാളി തന്നെ ഉണ്ടായി വന്ന് നിൽക്കുക. എങ്ങനെ സംഭവിച്ചു? കടം കുടിച്ചോ? എങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കൂല. ഒരു നല്ല ചെടി പോലും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാട് പിടിച്ച് പള്ളയും മുള്ളും നിറഞ്ഞ് ഇരിക്കുമായിരിക്കും, അല്ലേ? ലോകത്ത് എവിടെ പോയാലും ഇങ്ങനെയല്ലേ സ്ഥിതി? കേൾക്കുന്നുണ്ടോ?
എന്ന ഏതെങ്കിലും ഒരു പറമ്പിൽ, എവിടെയെങ്കിലുമുള്ള ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 1/2 ഏക്കറിലെങ്കിലും തന്നെ പയറ്, ബീൻസ് എല്ലാം ഉണ്ടായി വരുന്നു. ചിന്തിച്ചു നോക്കിയാൽ നടക്കുമോ? നടക്കില്ല. കർത്താവ് പറഞ്ഞു, നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഗുണമുള്ള സാധനം ആവശ്യത്തിനുണ്ടാകണമെങ്കിൽ, അവിടെ ഇവിടെയൊക്കെ 1-2 ആവശ്യത്തിനുണ്ടാകണമെങ്കിൽ നല്ലപോലെ വേർത്ത് മണ്ണിൽ അധ്വാനിച്ച് ഉണ്ടാക്കാതെ ഒരു നല്ല സാധനം ഉണ്ടാവില്ല. വേർക്കാതെ കഴിക്കാൻ ഇത് ഏദൻ തോട്ടമല്ല, ഇത് ശപിക്കപ്പെട്ട മണ്ണാണ്. ഇവിടെ ഒരു നന്മയും വസിക്കുന്നില്ല. ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വികാരവും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാകുന്നില്ല. നമ്മുടെ ഹോർമോണുകളിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലെ ആ ചിന്തകൾ, അത് വികാരങ്ങളെല്ലാം ദൈവത്തിനെതിരെയാണ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്നാൽ എവിടെയെങ്കിലും ഒരു നല്ലതുണ്ടാവൂലേ? ഉണ്ടാവില്ല. കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന 24-ാം വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ മനസ്സിൽ നിന്നല്ല, ചിന്തകളിൽ നിന്നല്ല, ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഞാൻ കൽപ്പന അനുസരിക്കാൻ വേണ്ടി തീരുമാനം എടുത്ത് മടുത്ത ആളാണ്. കർത്താവെ മനസ്സിൽ അനുസരിക്കണമെന്നാണ്, പക്ഷെ തീരുമാനം എടുത്ത് 2-ാം ദിവസം എന്താ തീരുമാനം എന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് ശരീരത്തിൻ്റെ. ഇനി നമുക്കിത് വേദശാസ്ത്രപരമായിട്ട് നോക്കാം, ഇതെങ്ങനെ ശരിയാകുന്നെന്ന്. പഴയ നിയമത്തിൽ 613 കൽപ്പനകളുണ്ട്. എത്ര കൽപ്പനകളുണ്ട്? 613. നിങ്ങൾ എണ്ണി നോക്കണ്ടേ രാത്രി നേരിച്ച ഞാനങ്ങ് പറഞ്ഞു. ഈ 613 കൽപ്പനകളും അനുസരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. 10 കൽപ്പനകൾ അനുസരിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ അതിൻ്റെ ദൈവങ്ങൾ നിനക്കുണ്ടായിരുന്നു. അറിയോ 10 കൽപ്പന? 2, മേലാകാശത്ത് താഴെ ഭൂമിയിൽ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെ പ്രതിമ സദൃശ്യം ഉണ്ടാക്കരുത്. കത്തോലിക്കർ ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. 3, ദൈവത്തിന് നാം മൃതം എടുക്കരുത്. ശാപത്തിനെ ശുദ്ധീകരിക്കാൻ ആചരിക്കുക. ഇതെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? നിനക്ക് ദൈവം തരുന്ന സ്ഥലത്ത് ദീർഘായുസ് ഉണ്ടാകുന്ന അപ്പനെയമ്മയും ബഹുമാനിക്കുക, ചെയ്യാൻ പറ്റും. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, എല്ലാം ചെയ്യാൻ പറ്റും. അവസാനം കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കരുത്, അതും ചെയ്യാൻ പറ്റും. കൂട്ടുകാരൻ്റെ മോഹിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും കേട്ടോ? നിന്റെ കൂട്ടുകാരനുള്ള സ്വത്ത്, കാള, ആട്, പോത്ത്, ഭാര്യ, വീട്, കുടുംബം, ഇതൊന്നും മോഹിക്കരുത്. പാലസ്തീനികളെ കൊല്ലുമ്പോൾ വേണേ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന കുഴപ്പമില്ല. യഹൂദ മതത്തിൽ സഹോദരൻ, കൂട്ടുകാരൻ, അവൻ കവനന്റിനാൽ ദൈവത്തോട് ചേർക്കപ്പെട്ട ആൾക്കാരാ. അല്ലാതെ ആരുടെയും പ്രോപ്പർട്ടി അല്ലാത്തതിനെ നിങ്ങൾക്ക് അടിച്ചു മാറ്റാം, നോ പ്രോബ്ലം. യുദ്ധത്തിൽ പങ്കെടുക്കാം, നോ പ്രോബ്ലം. അതിൻ്റെ യുദ്ധത്തിൽ പങ്കെടുക്കാമെന്നല്ല, യുദ്ധത്തിൽ ജയിച്ചാൽ അതിൻ്റെ ഒരു പങ്ക് എടുക്കാം. ഇതെല്ലാം അനുസരിക്കാവുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഒന്നും അനുസരിക്കാൻ പറ്റാതെ എങ്ങനെയാണെന്നറിയോ? ദൈവം ഈ 613 കൽപ്പനകളെയും കൂടെ 2 അങ്ങ് ചുരുക്കിക്കളഞ്ഞു. അവിടെ മനുഷ്യൻ മുട്ടുകുത്തിപ്പോയി. എന്തായിരുന്നല്ലേ 2? എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും. ഈ 2 കൽപ്പനകളിൽ 613 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നു. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 613 കൽപ്പനകൾ അനുസരിക്കാമെങ്കിലും ഇത് 2ആണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഒരാളും അനുസരിക്കുന്നില്ല. ഒരു 2 എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. 1, നിങ്ങളൊരു യാഗം അർപ്പിക്കാൻ വേണ്ടി പോവുക. 613 ഒരെണ്ണം. എന്തോ വലിയൊരു പാപം ചെയ്തിട്ട് അപ്പം വീട്ടിലോട്ട് വന്നു. അപ്പം മക്കളോടും ഭാര്യയോടും പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു വലിയ പാപം ചെയ്തു, നമ്മുടെ വീട്ടിൽ നിന്നൊരു യാഗം കഴിക്കണം, അതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു ആടിനെയും കൊണ്ട് പോയി നാളെ ബലിയർപ്പിക്കാൻ ഞാൻ പോവാ എന്ന് പറഞ്ഞ പിള്ളേർ ഭയങ്കര കരച്ചിൽ തുടങ്ങി. ഭാര്യ എന്താ കാര്യം എന്നറിയോ? പിള്ളേരെന്തിനാ കാര്യം എന്നറിയോ? പാപം ചെയ്തുകൊണ്ടല്ല പിള്ളേർ കരയുന്നത്. അന്ന് രാവിലെ പിള്ളേരൊരു കണ്ടുപിടുത്തം നടത്തിയായിരുന്നു. അവരുടെ വീട്ടിൽ കുറേ ആടുകളുണ്ടായിരുന്നു. ഈ കുറേ ആടുകളിൽ ഒരാട്, ഊനമില്ലാത്ത ഒരാടുണ്ടായിരുന്നു, ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. ഈ ആട്ടിൻകുട്ടി പിള്ളേരോട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അതിന് പൊട്ടും കുത്തിച്ച് മാല ഇടിപ്പിച്ച് പെയിന്റ് അടിപ്പിച്ച് എടുത്തുകൊണ്ട് നടന്ന് അവരുടെ കട്ടിലും കയറി നടന്ന ഒരു ആട്ടിൻകുട്ടി. മേരി ഹാഡ് എ ലിറ്റിൽ ലാം, അങ്ങനത്തെ ഒരാട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി വെളുത്തിട്ട്. മലയാളത്തിലുണ്ട് കേട്ടോ, ഇംഗ്ലീഷുകാർ വിഷമിക്കണ്ട. ഇപ്പം എവിടെ പോയാലും മേരിക്കൊരു കുഞ്ഞാടുണ്ട്. വേർ എവർ മേരി വെന്റ് ദ ലാംബ് വാസ് ഷുവർ ടു ഗോ. അങ്ങനത്തെ ഒരു ആട്. ഇവർ ഭയങ്കര സ്നേഹമായിട്ട് അപ്പനും അമ്മയ്ക്കും എല്ലാം സ്നേഹമായിട്ട് പാപം ചെയ്തു പോയി.
ദൈവത്തിന് കൊടുക്കണ ഏതേ കൊടുക്കാൻ പറ്റുള്ളൂ? ഏറ്റവും ബെസ്റ്റിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവർ ഈ ഭയങ്കര സങ്കടമാണ്. എങ്ങനെയാണ് ദൈവമേ നീ? അപ്പം അപ്പനോട് ആദ്യം പിള്ളേർ ചോദിക്കുക, അപ്പനും മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? എന്തിനാ ഈ പാപം ചെയ്ത് നമ്മുടെ ആടിനെ കൊല്ലാൻ വേണ്ടി? അപ്പം പറഞ്ഞു ചെയ്തു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കുടുംബം നശിവായിരിക്കണം, ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിക്കണം. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, ശരി, ആടിനെ ചുമന്നുകൊണ്ട് ഇവർ പോകുന്ന വഴിക്കെല്ലാം ഇവർ ചിന്തിക്കുക, പക്ഷേ ഈ ദൈവത്തിന് എന്തിനാ ഈ പെർഫെക്റ്റ് ആട്? നമ്മുടെ അവിടെ ഒരു മുട്ടൊടിഞ്ഞ ഒരു ആടുണ്ട്, അതിനെ കൊടുത്താൽ പോലെ, എന്തായാലും ഇറച്ചിയല്ലേ, കത്തിച്ച് കളയാനുള്ള, ചുട്ട് കളയാനുള്ളതല്ലേ, മുറിക്കാനുള്ളതല്ലേ, കൊല്ലാനുള്ളതല്ലേ, അതിനെന്തിനാ ഇത്ര നല്ല ആട്? ഈ ദൈവത്തിൻ്റെ ഒരു കാര്യം, പാവം ആട്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വെച്ച ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവസാനം യാഗം കഴിച്ച് തിരിച്ചു വരുമ്പം ഇവർ വിചാരിക്കുമോ, ഇത്രയും നല്ലത് ദൈവത്തിന് കൊടുത്ത് ഞങ്ങൾ എത്ര മിടുക്കന്മാരാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. പക്ഷെ ദൈവം എന്താ ചിന്തിക്കുന്നറിയോ? ദൈവം ആട് പെർഫെക്റ്റ് ആണെന്നും അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ദൈവം നോക്കിക്കൊണ്ടിരുന്നത് ഈ ആടിനേക്കാളും പൂർണ്ണ ഹൃദയത്തോടെ അവരെന്നെ സ്നേഹിച്ചുകൊണ്ടാണ് തന്നതെന്ന്. 0. ദൈവം എന്താ ചെയ്തേക്കുന്നറിയോ? കൽപ്പനകളെയൊക്കെ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത തലത്തിലേക്ക് കൊണ്ടുവച്ചു. പഴയ നിയമത്തിലെ കൽപ്പനകൾ 613 കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ ലോകത്തിലായിരുന്നു. എന്നാൽ അതിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞവർക്ക് ഈ ലോകത്തിന് അപ്പുറത്തേക്കുള്ളൊരു വിഷനിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു. പൊരുൾ അറിയാത്തവർക്ക് 613 അനുസരിച്ചിട്ട് എന്ത് നേടിയാൽ മതി? ഇവിടുത്തെ അനുഗ്രഹങ്ങൾ നേടിയാൽ മതി. അതാ ഇന്ന് പെന്തക്കോസ്ത് ചർച്ചുകളിൽ മിക്കവാറും പ്രസംഗിക്കപ്പെടുന്നത് മനുഷ്യരാൽ നടക്കുന്ന നീതിയും അതിനാൽ ലഭിക്കുന്ന ലോകത്തിലെ അനുഗ്രഹങ്ങളുമാണ്. എന്നാൽ ചില ആളുകൾ മനുഷ്യരാൽ നടക്കുന്ന നീതിയും സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കും. അത് ഭയങ്കര അപകടമാണ്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യരുടെ നീതി ഓൾവേസ് ഗോഡ് റിവാർഡ്സ്. ദൈവം അതിന് പ്രതിഫലം തരുന്നു, തലമുറകളായി പ്രതിഫലം തരുന്നു. പക്ഷെ ഇത് ഈ ലോകത്തെ പ്രതിഫലമായിരിക്കും. കാരണം മനുഷ്യരുടെ നീതി കൊണ്ട് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന ആവർത്തന പുസ്തകം 28 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, എവരി ബ്ലെസ്സിങ് ഈസ് ഫ്രം ദിസ് വേൾഡ് പെരിഷബിൾ. നേരത്തെ ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞ പോലെ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടതായതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ പ്രയോജനമില്ലാത്ത, നിത്യജീവനുമായി ഗുണമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഈ ലോകത്തെ നീതിയുടെ പ്രതിഫലം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചത്, അവർ തോറ്റുപോയി. എല്ലാം ഏത് കൽപ്പന എടുത്ത് അനുസരിച്ചാലും അതിനകത്തെല്ലാം ഒരു ഞരക്കം, പിറുപിറുപ്പ് ഉണ്ടാക്കാതെ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ദൈവം ഇതെല്ലാം വെച്ചിരുന്നത്. രക്തത്തിൻ്റെ മണം, ആ ഒരു വയലൻസ് ഓഫ് സിൻ എന്ന് പറയുന്നത് ദൈവം വെച്ചത് ഇവൻ അതിനപ്പുറത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഇവർ നിയമങ്ങളെ സ്നേഹിച്ചത്, ദൈവത്തെ അല്ല. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. നിങ്ങളുടെ വീട്ടിൽ 2 ചക്കപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കും? നിങ്ങളെ പോലെ തന്നെ. ആലോചിച്ചോ? ഒരു ചക്കപ്പഴം കൂട്ടുകാരന് കൊടുക്കും. നിങ്ങളുടെ കയ്യിലുള്ള 2 ചക്കപ്പഴങ്ങളിൽ കൂടുതൽ വാടിയത് കൊടുക്കുമോ അതോ ഏറ്റവും നല്ലത് കൊടുക്കുമോ? ഏത് കൊടുക്കും? നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, പിള്ളേരുണ്ട്, അവരെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, പിള്ളേരുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമോ അതോ നിങ്ങൾ തന്നെ എടുക്കുമോ നല്ലത്? ഗസ്റ്റ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ, അവർക്ക് വാടിയത് കൊടുക്കുമോ? വാടിയത് ആർക്ക് കൊടുക്കും? അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രവൃത്തിയൊക്കെ ചെയ്തു, പക്ഷെ എന്തില്ല? സ്നേഹം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് ഉണ്ടാകുന്നില്ലാത്ത നമ്മുടെ ശരീരത്തിൽ അത് വരില്ല. വേറൊരു എക്സാമ്പിൾ പറയാം, കുറച്ചുകൂടെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ. എൻ്റെ കൊച്ചിന് സുഖമില്ലായിരുന്നു, ഞാൻ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറെ എന്നെ പറ്റി ടെൻഷൻ, ഭയങ്കര ടെൻഷനാണ്. അയൽവക്കത്തെ കൊച്ചിന് സുഖമില്ലായിരുന്നപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ടെൻഷനില്ല. ടെൻഷനില്ല. എന്താ ടെൻഷനില്ലാത്ത? സ്നേഹമില്ല. അപ്പം ഞാൻ വിചാരിക്കുക, എൻ്റെ കൊച്ചിന് വേണ്ടി ടെൻഷൻ അടിച്ച പോലെ തന്നെ എനിക്ക് അവന് വേണ്ടി ടെൻഷൻ അടിക്കണം. ബട്ടൺ അമർത്തി, അങ്ങനെ ഒരു ബട്ടൺ ഇല്ല, ടെൻഷൻ വരുന്നില്ല. എന്താ വരാത്തെ? എൻ്റെ മോനെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് അവനെ സ്നേഹിക്കാൻ സ്നേഹം എൻ്റെ ശരീരത്തിൽ ആ ഹോർമോണുകളില്ല. ദാറ്റ്സ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭയങ്കര സൂപ്പറായിരുന്നു, പക്ഷെ അത് അനുസരിക്കാൻ ശരീരം ഈ ഹോർമോൺ ഉണ്ടാക്കുന്നില്ല. അഗപ്പേ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നേ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ കൽപ്പന അനുസരിക്കും? ഓക്കെ, ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. പുതിയ നിയമത്തിൽ 2 അല്ല, 1 കൽപ്പനയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന കൽപ്പന ഇത്രയേ ഉള്ളൂ,
എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യോഹന്നാന്റെ 15. എന്നിട്ട് അതിന്റെ 12 വാക്യത്തിൽ പറയാ എന്തെന്നറിയോ? തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികം സ്നേഹം ആർക്കുമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ചക്കപ്പഴം കൊടുത്താൽ പോരാ, നീ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയാൽ പോരാ, നീ നിന്റെ ജീവൻ കളയുന്നവരെ അവനെ സ്നേഹിക്കണം. അതിനു മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കണം. അപ്പം ഒറ്റ കൽപ്പന, എന്ത് ചെയ്താലും യേശു എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിച്ചോണ്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, അത് പൊട്ടിക്കുമ്പം നമുക്ക് ഈ ബോട്ടിലിന് ബലം ഉണ്ടോ? എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ? ബോട്ടിലിന് ബലം എക്സ്ക്യൂസ്ഡ് ആയിപ്പം ഉണ്ടോ? അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്, മണ്ടത്തരം കാണിച്ചിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ അഗപ്പേ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് എ ബിഗ് ക്രൈസിസ്, ഭയങ്കര ക്രൈസിസാണ്. അത് ദൈവത്തിൻ്റെ ഏത് കൽപ്പന അനുസരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. ദൈവത്തോടും വേണം, മനുഷ്യനോടും വേണം. ഇത് നമുക്ക് കുറച്ചൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് യഥാർത്ഥത്തിലില്ല. യഥാർത്ഥത്തിലില്ല എന്ന് ആദ്യം ദയനീയമായിട്ട് മനസ്സിലാക്കിയത് ഞാനല്ല, പത്രോസാ. പത്രോസ് എങ്ങനെ അത് മനസ്സിലാക്കിയെന്നറിയോ? യേശു പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പം പത്രോസ് വിചാരിച്ചു, ഓ ശരിയാണ്, ഞാൻ സ്നേഹിച്ചേക്കാം. കർത്താവ് പറഞ്ഞു, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധിക സ്നേഹം ആർക്കുമില്ല. പത്രോസ് അപ്പം തന്നെ തീരുമാനിച്ചു, ഈ കർത്താവ് എന്ത് നല്ല കർത്താവാ, ഞാൻ എൻ്റെ ജീവൻ അവന് കൊടുത്തിരിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പം കർത്താവ് അവനോട് പറഞ്ഞു, പത്രോസേ, ശീമോനെ, പത്രോസ് എന്ന് വിളിക്കാറായിട്ടില്ല നേരം, ശീമോനെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഉടനെ ശീമോൻ പറയാണ്, കർത്താവേ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതെന്താടാ, നീ എന്തിനങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ തീരുമാനമെടുത്തത് പണ്ടേ. കാരണം ദൈവം തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു. നീ നാളെ പറഞ്ഞില്ലേ, മരിക്കുന്നതാണ് സ്നേഹം, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. നീ ജയിലിൽ പോവുകയാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ജയിലിൽ കാണും, തുണിയൊക്കെ അലക്കാനും തേക്കാനും. നീ ക്രൂശിൽ മരിക്കുവാണെങ്കിൽ അപ്പുറത്തെ ക്രൂശിൽ ഞാനും കാണും. ഓ, എന്തൊരു തീരുമാനം, കിടിലൻ തീരുമാനം. കർത്താവ് പറഞ്ഞു, മോനെ, നിനക്ക് നിന്നെ എന്തോരം അറിയാമോ, അതിനേക്കാൾ എനിക്ക് നിന്നെ അറിയാം. നീ ആ ഏറിയയിലെങ്ങും കാണുകയില്ല. തന്നെയുമല്ല, നേരം വെളുക്കുന്നതിന് മുമ്പേ നീ എന്നെ തള്ളി പറയും. കാരണം ഇത്രയും വലിയ സ്നേഹമൊന്നും നിന്റെ ഉള്ളിലെ ഇല്ല. പത്രോസ് വിചാരിച്ചുണ്ടെന്നാ. നമുക്കെല്ലാം ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കിങ്ങും ഒന്നുമില്ല. അത് ഇല്ലെന്ന് ദൈവം തെളിയിച്ചു. പത്രോസ് കരഞ്ഞു നിലവിളിച്ച്, നമുക്കതെല്ലാം അറിയാം. അവസാനം എന്ത് സംഭവിച്ചു നോക്കി? യോഹന്നാന്റെ സുവിശേഷം 21:15 എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 21:15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഓ, ഭയങ്കര ചോദ്യമായിപ്പോയി. നേരത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നാ ലിമിറ്റ്? മരിക്കുന്നവരെ, അങ്ങനെയല്ലേ അല്ലേ? സ്നേഹിതന് വേണ്ടി ജീവനെ കളയുന്നതിനേക്കാൾ അധികം സ്നേഹം. അപ്പോൾ യേശു ചോദിക്കുവാണ്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ പത്രോസേ? ഉവെന്നാണോ ഇല്ലെന്നാണോ മറുപടി? നോ, ഇല്ലെന്നാ മറുപടി. വായിച്ചു നോക്കി. അതിനവൻ ഊന്നല്ലേ? അല്ല, ഇല്ലാന്ന് തന്നെ മറുപടി. വായിച്ചു നോക്കിയ ശരിക്ക്. ആ, എന്താ ചോദിച്ചേ? എന്താ ഉത്തരം? ഗ്രീക്കില് യേശു ചോദിക്കുക, അഗപ്പ ഉണ്ടോ? അഗപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നല്ല. യേശു ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി മരിക്കാൻ മാത്രം സ്നേഹമുണ്ടോ? ചോദ്യം. ഉത്തരം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഉത്തരം. തമിഴിൽ എങ്ങനെയാണെന്നറിയോ? അൻപായി ഇരിക്കാ. ചോദ്യം. ഉത്തരം, നേശിக்கிறேன். ഉത്തരം. ഹിന്ദിയിൽ എങ്ങനെയാണെന്നറിയോ? പ്രേം രക്തേ ഹോ, പ്രിയ എന്ന് മറുപടി. എല്ലായിടത്തും എല്ലാ ഭാഷയിലും, ഇംഗ്ലീഷുകാർക്ക് മാത്രം ഇത് പിടിയിട്ടില്ല. ആ വ്യത്യാസം മനസ്സിലായി. ഒറിജിനൽ ഗ്രീക്കിൽ അതങ്ങനെയാണ്. അഗപ്പ ഉണ്ടോ എന്ന് മറുപടി ഇവന് പറയാൻ പറ്റുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞേനെ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. ആ മരിക്കുന്ന സ്നേഹത്തെ അഗപ്പ എന്ന് പറയുന്നത്. കണ്ടീഷനില്ല, മരിക്കുന്നവരെ സ്നേഹിക്കുക, അതിന് അഗപ്പ എന്ന് പറയുന്നത്. പത്രോസ് പറയാം, ഇഷ്ടമാണ് നിന്നെ. ഇഷ്ടം എന്ന് പറയുന്നു, സ്നേഹം എന്ന് പറയുന്നത് രണ്ടും രണ്ടാ. യേശുവിനെ ആർക്കാ ഇഷ്ടമില്ലാതെ? എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവനെ സ്നേഹിക്കണമെങ്കിൽ അവന് വേണ്ടി മരിക്കാൻ തയ്യാറാവണം. അതാണ് ഇല്ലാത്തത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അടുത്ത ചോദ്യം എന്താ നോക്കി. ആ, ഓക്കെ, അടുത്ത ചോദ്യം. രണ്ടാമത് അവനോട്, ആ,
അതിനവൻ ആ "ഉവ്വ് കർത്താവേ, ആ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ." ഒരു രക്ഷയില്ല. പത്രോസ് എത്ര ശ്രമിച്ചിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. കാരണം ഹി നോസ് ഹി കനോട്ട് പ്രൊഡ്യൂസ് ദാറ്റ്. അടുത്ത ചോദ്യം നോക്കി. മൂന്നാമതും അവനോട്, ആ "യോഹന്നാന്റെ മകനായ ശിമോനേ, ആ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചു അവസാനം കർത്താവ്? ഈ പറയുന്ന പ്രിയം ആ സാധനം ഉണ്ടോ? നേരത്തെ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന വീരവാദം? ഇപ്പൊ എന്തായാലും എത്തിയത് സഹോദര പ്രീതിയാണ്. ഈ പ്രിയം എന്ന് പറയുന്നത് ഇഷ്ടം. നിനക്കെന്നോട് ഇഷ്ടമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് കരച്ചിൽ വന്ന്. അപ്പോൾ പത്രോസ് കരഞ്ഞു. നിനക്കറിയാലോ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. കാരണം പത്രോസിന്റെ മനസ്സ് പറയുന്നുണ്ട്, യേശുവിനെ പോലെ ആരുമില്ല, യേശുവിനെ സ്നേഹിക്കണം, ദൈവത്തിന്റെ പുത്രനാണ്, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവന് വേണ്ടി മരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ത്രഷോൾഡ് ക്രോസ് ചെയ്യാൻ പത്രോസിന്റെ കയ്യിൽ അകപ്പെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നോക്കിക്കേ അടുത്ത വാക്യം. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുക. ആ പത്രോസ് ദുഃഖിച്ചു. അത് നമുക്ക് അടുത്ത വാക്യം 18. ആ ഇതാണ് യേശുവിന്റെ എക്സ്പ്ലനേഷൻ. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് ഇവിടെയാണ് മനസ്സിലാവുന്നത്. യേശു അവനോട് എന്റെ ആടുകളെ മേയ്ക്കാം. 18 വാക്യം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ തന്നെ അരകെട്ടി നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ മറ്റൊരുത്തൻ വന്ന് നിന്റെ അരക്ക് കെട്ടി നിനക്ക് നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എന്താ ഈ കർത്താവ് പറഞ്ഞത്? അടുത്ത വാക്യം. അതിനാൽ അവൻ ആ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പൊ യേശു ചോദിച്ചുകൊണ്ടിരുന്നത് എന്തോ? മരിക്കുവോ മരിക്കുവോ മരിക്കുവോ. അവിടെ വേറൊരു ചോദ്യം ഉണ്ടായി, യോഹന്നാൻ മരിക്കുവോ? അങ്ങനെ ചോദ്യം ഉണ്ടായില്ല, ഇവൻ എന്താവുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്. അപ്പൊ ശരിക്കും യേശു എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വേണ്ടി മരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവന്റെ ഉത്തരം എന്താ? മരിക്കുവാൻ പറ്റുമെന്നാണോ ഇല്ലെന്നാണോ? ഇല്ലെന്നാ. അപ്പൊ കർത്താവ് പറയാം, നീ അരകെട്ടി നിന്റെ സ്വാതന്ത്ര്യം നടന്ന ഒരു കാലം ഉണ്ടല്ലോ. നീ എപ്പോഴെല്ലാം നിന്റെ സെൽഫിൽ സോളിൽ ജീവിക്കുന്നോ അപ്പോഴൊന്നും നിനക്ക് വേറൊരാൾക്ക് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. നിന്റെ ശക്തി ക്ഷയിച്ച് നിന്റെ റിസോഴ്സസ് മരിച്ച് നീ ഒന്നുമില്ലാത്തവനാ നീ തിരിച്ചറിയുമ്പോൾ വേറൊരുത്തൻ വന്ന് നിന്നെ പിടിക്കുന്ന ഒരു കാലം വരുമ്പം നിനക്ക് എന്ത് മനസ്സിലാവും? യേശുവിന് വേണ്ടി എങ്ങനെയാ മരിക്കേണ്ടതെന്ന് മനസ്സിലാവും. ദാറ്റ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ യുവർ ബോഡി ബട്ട് ദ സ്പിരിറ്റ് ക്യാൻ ജനറേറ്റ് ദാറ്റ് ഇൻ യു. ഒരു മനുഷ്യന്റെ പ്രവൃത്തികളാലും അത് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഈസ് ഇറ്റ് ക്ലിയർ? ഇനി ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. അതിൽ 3 പേര് അഡോപ്റ്റഡാണ്. അതിലൊരു മോൻ HIV പോസിറ്റീവാണ്. അവിടെ പേരൻസ് എല്ലാം എയ്ഡ്സ് വന്ന് മരിച്ചുപോയ പേരൻസിൻ്റെ പിള്ളേരാണ് 3 പേര് ഞങ്ങളെടുത്ത്. ഇതിൽ HIV ഉള്ള മോൻ ഇപ്പോൾ ഒരു കെയർ സെൻ്ററിലാണ്, ബാംഗ്ലൂരിലാണ്. ഞങ്ങൾ വല്ലപ്പോഴും അവനെ കാണാൻ പോകുന്നു. ഏപ്രിൽ അവസാനം ഒന്ന് പോയി കണ്ടിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. 2017 ജൂലൈ മാസത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് അവനെ കാണാൻ പോകുന്നൊരു സമയത്ത്, അങ്ങനെ പലപ്പോഴും പോകാറുണ്ട്, അതിലൊരു സമയത്ത് ഞങ്ങളെല്ലാവരോട് കുറേ നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. പോരാ നേരം എല്ലാവരും കാറിൽ കയറി, ഞാനും കാറിൽ കയറിയിട്ട് എനിക്ക് തോന്നി ഒന്നും കൂടെ ഇവനോടൊരു ബൈ പറഞ്ഞിട്ട് ഇറങ്ങി വരാം വിചാരിച്ച് ഞാൻ തിരിച്ചു പോയി. അവിടെ ചെന്ന് ഞാൻ അവനോട് പറഞ്ഞു, മോനെ പപ്പ പോവുകയാണ്, അടുത്ത മാസം വരാം എന്ന് പറഞ്ഞു. ഞാനിവനിങ്ങനെ ചേർത്ത് നിർത്തി. ഇവൻ എന്നെ തിരിഞ്ഞ് നിന്നിട്ട് വട്ടം ഒരൊറ്റ കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു. കണ്ണ് നിറഞ്ഞൊഴുകി. ഇതേ ഇപ്പോൾ ഇത് നനഞ്ഞിരിക്കുന്നേ ഇതുപോലെ എൻ്റെ ഷർട്ട് അവൻ്റെ കണ്ണുനീരുകൊണ്ട് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു തോന്നില്ലേ അത്. ഇതുപോലെ നനഞ്ഞ് കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് കുളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ ഒത്തിരി സങ്കടങ്ങളുണ്ട് ജീവിതത്തിൽ. അവനൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്നാണ്. അപ്പം കരഞ്ഞെല്ലാം തീർത്തു, ബൈ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറി. അവൻ ചിരിച്ചു, ഞാനും ചിരിച്ചു. വണ്ടിയിൽ കയറി പോകുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവ്, എനിക്ക് എന്താണ് അവനെ എൻ്റെ വീട്ടിൽ വളർത്താൻ പറ്റാത്തത് ചോദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം എന്നോട് പറഞ്ഞു, അവൻ നിന്റെ സ്വന്തം രക്തം അല്ലാത്തതുകൊണ്ട്. അതൊരു ഭയങ്കര ഉൾക്കിടിലം ഉണ്ടാക്കി എന്നെ ഉള്ളിൽ. കാരണം അതിനർത്ഥം എന്താ? എൻ്റെ സ്വന്തം രക്തമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്നാണോ നീ പറയുന്നത്? കർത്താവ് പറഞ്ഞു, അതെ. സിംപിളി സ്പീക്കിംഗ് ഞാനത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്.
ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ എക്സ്ക്യൂസ് പറയുമോ, ഞാൻ ഇത്തിരി പറഞ്ഞല്ലോ എക്സ്ക്യൂസ്, അതുപോലെ കാരണം എക്സ്ക്യൂസ് ഇല്ലാതെ നമുക്ക് കവറിങ് ഇല്ല ദൈവത്തിന് മുമ്പിൽ. എപ്പോഴും നമുക്കൊരു എക്സ്ക്യൂസ്, ഈ സോളിഷ് ലൈഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് സമയത്ത് നമ്മളൊരു അബദ്ധം പറ്റിയ ഉടനെ ഒരു എക്സ്ക്യൂസ് എൻ്റെ കയറിൽ പിടിക്കും. ഇപ്പം ഞാൻ കർത്താവ് 3-ാം വയസ്സിൽ അവനെ എടുത്തിട്ട് ഞങ്ങളവനെ എടുത്തുകൊണ്ട് നടന്നു. അവൻ്റെ അന്ന് മൂക്കിലൂടെയൊക്കെ ബ്ലഡ് വരുമായിരുന്നു, പനി, ലൂസ് മോഷൻ എല്ലാം വരുമായിരുന്നു. അവന് ഇൻഫെക്റ്റഡ് ആയിരുന്ന സമയത്ത് ഞങ്ങളവനെ നോക്കി എടുത്തുകൊണ്ട് നടന്നു. സ്വന്തം വീട്ടിൽ വളർത്തി, പപ്പ അമ്മ എന്ന് വിളിപ്പിച്ചു, സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു, ഞങ്ങളുടെ പിള്ളേരോടെ കളിപ്പിച്ചു, ഞങ്ങളുടെ കൂടെ ആഹാരം കൊടുത്തു, ഞങ്ങളുടെ കിടന്നു. അങ്ങനെ വളർത്തി. കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കിടന്നു എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും അവർ ഒരേ ലെവലിൽ, ഒരേ സ്ഥലത്ത്, ഒരേ മുറിയിൽ കിടന്നു, ഒരേപോലെ ജീവിച്ചു. എൻ്റെ മകനെ കൊണ്ട് ചേർത്ത് അതേ സ്കൂളിൽ ചേർത്തു. എൻ്റെ മകനാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ചേർത്തു. 10 വർഷം കഴിഞ്ഞപ്പോൾ അവന് TB പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി, മുഴകൾ ഉണ്ടാകാൻ തുടങ്ങി ശരീരത്തിൽ, TBയുടെ മുഴകൾ. അപ്പോൾ അവനെ ഞങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റാതെ, കാരണം മറ്റു പിള്ളേർക്ക് ഇത് പകരും. അതുപോലെ പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാകും, അപ്പോൾ ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതായിട്ട് വരും. എപ്പോഴും ഡോക്ടർ കെയർ വേണ്ടി വരും. ഇപ്പം ഞങ്ങൾ കേരളത്തിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൽ, ആന്ധ്രയിലായിരുന്നു ഞങ്ങൾ 10 വർഷം മിഷണറിമാരായിരുന്നു, അവിടെ വെച്ച് കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. അപ്പോൾ കേരളത്തിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ എവിടെ കൊണ്ടേ പഠിപ്പിക്കും, ഏത് ഹോസ്പിറ്റലിൽ ചികിത്സിക്കും? അവർ ചോദിക്കും അപ്പനും അമ്മയ്ക്ക് എയ്ഡ്സ് ഇല്ല, കൊച്ചിനെങ്ങനെ എയ്ഡ്സ് വന്നു? പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇത് ഡോക്യുമെൻറ്റേഷൻ, ഇതൊന്നും ഇതിൻ്റെ അപ്പനും അമ്മയുടെ പേര് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അത് അത്രയും പറ്റുകയില്ല. ഒരു സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടല്ലേ കർത്താവ് ഞാനിവനെ ഹോസ്റ്റലിൽ വിട്ടത്? എങ്ങനെയുണ്ട് എൻ്റെ എക്സ്ക്യൂസ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് ജഡ്ജായിട്ടിരിക്കുന്നെങ്കിൽ എന്നെ വെറുതെ വിടുകയല്ലേ? പറഞ്ഞേ, വെറുതെ വിടുകയല്ലേ? ദൈവം വിടുകയില്ല. ദൈവം പറഞ്ഞു, നീ എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും, പണ്ട് തൊട്ടേ നീ എക്സ്ക്യൂസ് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കനാ, നീ അവനെ സ്നേഹിക്കാത്തതുകൊണ്ട് തന്നെയാന്ന് പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ വണ്ടി ഒരു വിധത്തിൽ കണ്ണൊക്കെ അടച്ചിട്ട് അവലുകൊണ്ട് തുടച്ചുകൊണ്ട് ഓടിക്കുന്നേ. ഞാൻ ആലോചിക്കുമ്പോൾ സംഗതി ശരിയാ, ദൈവം പറഞ്ഞാൽ ശരി. കാരണം അവൻ എൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകനാണെങ്കിൽ ബാംഗ്ലൂർ കെയർ സെൻ്ററിൽ അവന് താമസിക്കാൻ പറ്റുള്ളെങ്കിൽ ഞാൻ അവൻ്റെ കെയർ സെൻ്ററിൻ്റെ അടുത്തൊരു വീടെടുത്ത് താമസിച്ചേനെ. എല്ലാ ദിവസവും രാവിലെ അവിടെ വന്ന് അവൻ്റെ അടുത്തിരുന്ന് കരഞ്ഞേനെ, അവനെ ഓർത്ത് വിലപിച്ചേനെ. അവൻ മാത്രം എൻ്റെ ചിന്തകളുടെ വേദനയായിട്ട് നിറഞ്ഞേനെ. എനിക്കിതൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് ആ സ്നേഹം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ പറയാം, കർത്താവേ, എന്നാൽ ഞാൻ തിരിച്ചു വന്ന് ഈ കെയർ സെൻ്ററിൻ്റെ അടുത്തൊരു വീടെടുത്തോട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കെയർ സെൻ്ററിൻ്റെ അകത്ത് വീടെടുത്താലും നിന്റെ ഉള്ളിൽ ഇതുണ്ടാകുന്നില്ല. യു ആർ ഡെഡ് ഇൻ ദാറ്റ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തന്നേക്കുന്ന മാർക്ക് എത്രയാണെന്നറിയോ? 0. അത്രയേ ഉള്ളൂ. നോ ലവ്, 0. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പം ദൈവം പ്രതീക്ഷിക്കുന്ന യേശു പ്രസംഗിച്ച പോലെ പ്രസംഗിക്കണമെന്നാണ്. യേശു പ്രസംഗിക്കുമ്പം കേൾക്കുന്നവരോടെല്ലാം യേശുവിന് അകപ്പയായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. സത്യം പറഞ്ഞ് എനിക്ക് നിങ്ങളോട് ഈ അകപ്പയൊന്നും ഇല്ല. ദാറ്റ്സ് ട്രൂ. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഒരു ചർച്ചിൽ ചെന്നപ്പോൾ, വയനാട്ടിൽ ഒരു കോൺഫറൻസ്, ചർച്ചിൻ്റെ ഒരു കോൺഫറൻസ്, ഒരു റിട്രീറ്റ് സെൻ്ററിൽ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ഒരു സഹോദരൻ എൻ്റെ അടുത്തുനിന്ന് പരിചയപ്പെട്ടു. പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ചോദിച്ചു. എവിടെയോ കണ്ടു മറന്നൊരു മുഖം ആയിരുന്നു കേട്ടോ, ഞാൻ കള്ളം പറഞ്ഞല്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ പറയാം, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിന് പാസ്റ്റർ വന്നപ്പം 3 ദിവസം എൻ്റെ വീട്ടിലാണ് കിടന്നത്. അത്ര ഓർമ്മശക്തി എനിക്ക്. ഞാൻ നിങ്ങളുടെ അകപ്പയാന്ന് പറഞ്ഞ് അങ്ങോട്ട് വഴി വെച്ച് കാണുമ്പം, പാസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ, നിങ്ങളേതാ ചോദിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ അകപ്പയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എൻ്റെ ശരീരത്തിന് ആ കപ്പാസിറ്റി ഇല്ല ഓർത്തെടുക്കാനോ സ്നേഹിക്കാനോ അകപ്പയാൻ. അപ്പോൾ ഈ പ്രസംഗത്തിന് എത്ര മാർക്കായിരിക്കും നിങ്ങൾ തരുന്നതെന്ന് എനിക്കറിയത്തില്ല, ദൈവം തരുന്ന 0. അപ്പം നിങ്ങൾ വിചാരിക്കും 0 മാർക്ക് കിട്ടാൻ വേണ്ടി ഇയാൾ എങ്ങനെയാ ഈ എയ്റോപ്ലെയിനെ കയറി ഇവിടെ വന്നതെന്ന്, അല്ലേ? ഞാൻ നിങ്ങളുടെ രഹസ്യം പറയട്ടെ, ഞാൻ 100 മേടിച്ചോണ്ടേ പോവുള്ളൂ. പക്ഷെ അത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതിൻ്റെ മാർക്കല്ല, എൻ്റെ ഒരു പകരക്കാരൻ എനിക്ക് പകരം നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ മാർക്കാണ്. ഹീ ഈസ് മൈ റൈച്ചസ്നെസ്. ഞാൻ വിശ്വാസത്താൽ എപ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുന്നോ, ഉള്ളിൽ ഞരങ്ങുന്നോ, കർത്താവെ, ഞാനല്ല നീയാണ് ഇവരോട് സംസാരിക്കേണ്ടത്, എൻ്റെ ബുദ്ധിയല്ല, അതിനോടെല്ലാം ഞാൻ മരിക്കുന്നു എന്ന് പറയുമ്പം എനിക്ക് ലഭിക്കുന്നൊരു നീതിയുണ്ട്. അത് രക്ഷകൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ നീതിയുടെ ആ കൊതിയോടെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ദർ ഇസ് നത്തിങ് ഇൻ മീ
that can merit God's favor. ഇത് എവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചോദിക്കും അല്ലേ? ഇത് ഫിലോസഫി ഒന്നുമല്ല. അടുത്ത 2-3 വാക്യം ബൈബിളിൽ അതാ എഴുതിയിരിക്കുന്നത്. ഹൗ വി ആർ സേവ്ഡ്, വി വിൽ സീ ദാറ്റ് ടുമോറോ. എങ്ങനെയാണ് ക്രിസ്തു എന്ന പകരക്കാരൻ നമുക്കായിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ സമയം ഒത്തിരി കഴിഞ്ഞുകൊണ്ടാണ്, 1 മിനിറ്റ് കൂടെ എടുക്കാമല്ലോ. 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. വാക്യം കാണിച്ചു തരാൻ വേണ്ടി മാത്രം. റോമാലേഖനം 8:3, 3-4. നമ്മൾ ഇതിന്റെ ബാക്കി കേട്ടോ, 7ന്റെ ബാക്കി 8 അല്ലേ? 7ന്റെ ബാക്കി 8. 8 നമ്പർ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വായിച്ചു നോക്കി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, അതാണ് ഈ ജഡം ബലഹീനമായതുകൊണ്ട് ന്യായപ്രമാണത്തിന് ഒരു പണിയും കഴിയുന്നില്ലെന്ന് തോറ്റുപോയി. കാരണം ശരീരം ഈസ് ബാഡ്. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്ത് ചെയ്തു? സാധിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം വി ഹാവ് ടു ബി സ്ലേവ്സ് ഓഫ് റൈച്ചസ്നെസ്. നീതി നടന്നേ പറ്റുള്ളൂ. എന്റെ ശരീരം കൊണ്ട് പറ്റിയല്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനെ പാപജടത്തിന്റെ സദൃശ്യം. അപ്പൊ എന്നെ പോലുള്ളൊരു ശരീരമായിട്ട്, പാപജടം അല്ല കേട്ടോ, പാപജടത്തിന്റെ സദൃശ്യം, ഇതുപോലിരിക്കുന്ന ഒരു ശരീരമായിട്ട് എന്ത് ചെയ്തു? അയച്ചു. കർത്താവിനെ അങ്ങ് അയച്ചു. പകരം ആർക്ക് പകരം? എന്റെ ശരീരം കൊണ്ട് നിറവേറ്റപ്പെടാത്ത ഈ നീതിയെ നിറവേറ്റാൻ യേശു എന്ന പകരക്കാരൻ എനിക്ക് വന്നു. ആ പകരക്കാരൻ ഇപ്പൊ എവിടെ ഉണ്ടെന്നറിയോ? അകത്തുണ്ട്. ബൈ ഫെയ്ത്ത്. ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പം എൻ്റെ ഒന്നുമില്ലായ്മയല്ല നിങ്ങളോട് സംസാരിച്ചത്. യേശുവിന് നിങ്ങളോടുള്ള സ്നേഹമാണ് ഞാൻ നിങ്ങളോട് ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. വെൻ ഐ സ്റ്റാൻഡ് ഇൻ ഹിസ് പ്ലേസ് ഐ ഗെറ്റ് ഹിസ് റിവാർഡ്. ഇഫ് ഐ കം വിത്ത് ഓൾ മൈ നോളജ്, all my interpretation, all my philosophy, I get my reward 0. If I stand here and preach what Jesus would have spoken, I get his reward. അതെങ്ങനെയാണെന്നുള്ള മെക്കാനിസം നമുക്ക് നാളെ റോമൻസ് ചാപ്റ്റർ 8, 3 and 4 we will explain and see how it is done. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് നന്നാകാൻ ശ്രമിച്ച് തോറ്റുപോയിട്ടുള്ളവരാണ്. കർത്താവെ, ഞങ്ങളുടെ നത്തിങ്നെസ്സിലേക്ക് ദൈവമേ അവിടുത്തെ ആത്മാവ് ഇയ്യോബിനെ നയിച്ച പോലെ, വിശുദ്ധന്മാരെല്ലാം നയിച്ച പോലെ കർത്താവെ, അബ്സല്യൂട്ട്ലി നത്തിങ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ഞങ്ങൾ ആരൊക്കെയോ ആയി ചിന്തിച്ച് തുടങ്ങിയതാണ്. നീ ഇല്ലാതെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച കർത്താവെ, അതിൽ നിന്നെല്ലാം ആ സ്വയാശ്രയത്തിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ച് കർത്താവെ, അങ്ങില്ലാതെ ഒന്നുമില്ല എന്നുള്ള ആ സത്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ നത്തിങ്നെസ് ഞങ്ങളെ കാണിച്ചു തരണമേ. ആ ബ്രോക്കൺനെസ്സിലേക്ക് ഞങ്ങളെ നടത്തണമേ കർത്താവെ. ഒരു റിയൽ മാനസാന്തരം, ഞങ്ങളെ തന്നെ ഡിനൈ ചെയ്യുന്ന ഒരു മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.